ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഘ്നങ്ങളെല്ലാം നീക്കി ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ പ്രകാശം നിറയ്ക്കുന്ന വിഘ്നേശ്വരനെയും ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. ഋഷിപ്രോക്തം എന്ന ഈ ജ്യോതിഷ ആത്മീയ വീഥിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നക്ഷത്രങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്ന ഈ ജ്യോതിഷ യാത്രയിൽ, ഈ ദീപ്തിമയമായിട്ടുള്ള യാത്രയിൽ ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് മേടം രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. അതായത് 2026, 2027, 2028 എന്നീ വർഷങ്ങളിലെ സമ്പൂർണ്ണ ജാതകം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഇതൊരു മഹാപ്രവചനമാണ്. മേഷേ ജാതസ്യ നിത്യം സ്യാദ് തേജോ ധൈര്യ ശൗര്യകം മംഗലാധിപതിത്വേന വിജയ തസ്യ നിശ്ചിതഃ. മേടം രാശിയിൽ നിറഞ്ഞവർ ധൈര്യവും വീര്യവും വിക്രമവും ഒക്കെ നിറഞ്ഞവരാണ്. ചൊവ്വയുടെ അനുഗ്രഹത്തോടെ അവർ ജീവിതത്തിൽ വിജയങ്ങളുടെ പടവുകൾ കയറി ചെല്ലും. മേടം രാശി എന്നത് അഗ്നിയുടെ ആത്മാവാണ്. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അഗ്നി തത്വമാണ് ഈ രാശിക്ക്. മേടം രാശിയുടെ ചിഹ്നമാകട്ടെ ആടാണ്. മേടം രാശിക്കാരുടെ സ്വഭാവത്തെ നമുക്ക് ഏകദേശം ഒന്ന് പറയാം. ഇവരുടെ നേതൃപാടകം, ധൈര്യം, സത്യസന്ധത എന്നിവയാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണഗണങ്ങൾ. ഇവരുടെ ദുർബലതകളായി പറയാനുള്ളത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, ക്ഷമയില്ലായ്മ, എടുത്തുചാട്ടം എന്നിവയാണ്. ആരംഭത്തിന്റെ ശക്തി, മുന്നേറ്റത്തിന്റെ തീപ്പൊരി, ഒരിക്കലും പിന്നോട്ടില്ലാത്ത മനസ്സ്, അതാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെയുണ്ടാകും? ജ്യോതിഷത്തിൽ ദീർഘകാല ഫലങ്ങൾ നിശ്ചയിക്കുന്നത് 9 ഗ്രഹങ്ങളും ഒന്നിച്ചാണ് എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി സ്വാധീനം ചെലുത്തുന്നത് 4 ഗ്രഹങ്ങളാണ്. അത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ്. ചന്ദ്രനാകട്ടെ 3 ദിവസത്തിൽ താഴെയുള്ള സമയം കൊണ്ട് ഒരു രാശി മാറുന്നു. ബുധൻ, ശുക്രൻ എന്നിവർ 22, 25 ദിവസങ്ങളോളം എടുത്ത് ഒരു രാശി മാറുന്നു. ചൊവ്വ ഏകദേശം 45 ദിവസവും, ശനിയാകട്ടെ 2.5 വർഷത്തോളം എടുക്കുന്നു ഒരു രാശി മാറാൻ. രാഹുവും കേതുവും 18 മാസങ്ങൾ ഏകദേശം എടുക്കുമ്പോൾ വ്യാഴമാകട്ടെ 12 മാസത്തിലധികം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 ഗ്രഹങ്ങളാണ് ഓരോ രാശിക്കാരുടെയും ജീവിതത്തിലെ ഗതി കൂടുതലായിട്ട് നിർണ്ണയിക്കുന്നത്. നമ്മൾ ഈ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ജാതക പരിശോധന നടത്തുമ്പോൾ ഈ 4 ഗ്രഹങ്ങളെയാണ് പ്രധാനമായി ചിന്തിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ കൂടി ഫലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാസഫലങ്ങളെ പറയുന്നതാണ്. മേടം രാശിക്കാർക്ക് ഇപ്പൊ 7 ശനിയാണ്. 12-ൽ ശനി നിൽക്കുന്ന കാലം. ശനി ദുഃഖപദ പ്രോക്ത കർമ്മഫലപ്രദായക. ശനി കർമ്മഫലം നൽകുന്ന ദിവ്യ ഗുരുവാണ്. ഇപ്പോൾ ശനി 12-ാം ഭാവത്തിലാണ്. അതായത് 7 ശനിക്കാലമാണ്. അതുമൂലം അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാം. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ പോലും ചിലപ്പോൾ വന്നേക്കാം. ഉറക്കക്കുറവ്, ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എന്നിവയും ഉണ്ടാകാം. ഈ അവസ്ഥ 2028 ഫെബ്രുവരി വരെ ശക്തമായി അനുഭവപ്പെട്ടേക്കാം. 2028 ഫെബ്രുവരിക്ക് ശേഷം 7.5 ശനിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. ആ സമയത്ത് മാനസിക സമ്മർദ്ദം കുറയുന്നതാണ്. എന്നിരുന്നാലും ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും ശനിയുടെ പ്രഭാവം വർദ്ധിക്കും. അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. 12-ൽ നിൽക്കുമ്പോൾ ശനിക്ക് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആലോചനാശൂന്യമായിട്ടുള്ള ചെലവുകളും നിക്ഷേപങ്ങളും ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവരെ സഹായിക്കാനായി പണം കൊടുക്കുന്നത് ഒഴിവാക്കുക. അത് തിരിച്ചു കിട്ടാതെ വന്നേക്കാം. പണം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്തുണ്ടാകും. കൂടാതെ സംസാരവും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ്. വാക്കുകൾ പോലും കാർമിക് എഫക്റ്റ്, ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. രാഹു ആകട്ടെ 11-ലാണ് നിൽക്കുന്നത്. രാഹു രാജയോഗത്തെ ഈ സമയത്ത് ചെയ്യുന്നതാണ്. അപ്രതീക്ഷിത ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. അതുമൂലം അധികാരം, പദവികൾ, വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുവിന്റെ രാശിസ്ഥിതി 11-ൽ നിൽക്കുമ്പോൾ ഏതാണ്ട് 2026 ഡിസംബർ അവസാന കാലഘട്ടം വരെ നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. തുടർന്ന് രാഹു 10-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അത് തൊഴിൽ മേഖലയിൽ ഒരു വലിയ നേട്ടങ്ങൾക്ക് സഹായകരമാകും. ലോകം നിങ്ങളുടെ പക്ഷത്തേക്ക് മാറുന്ന സമയമാണ്. എന്നിരുന്നാലും ആ സമയത്ത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ അക്കാലത്ത് നിയന്ത്രണം ആവശ്യമാണ്. അതായത് 2027 എന്ന് പറയാം. മേടക്കൂറിൽ
മേടക്കൂറുകാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ആവറേജ് ഫലത്തെയാണ് നൽകുക. 2026 ജൂൺ 2 ശേഷം വ്യാഴം 4-ാം ഭാവത്തിലേക്ക് കടക്കുന്നു. അതുമൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, മാനസികമായി ചില അസ്വസ്ഥതകളും ഉണ്ടാകാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഇക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. 2026 ജൂൺ 2 ശേഷം തൊഴിലിൽ നിർബന്ധമായിട്ട് മാറ്റങ്ങൾ വരുത്താതെ ശ്രദ്ധിക്കുക. 2026 ജൂൺ മുതൽ 2027 ജൂൺ വരെയുള്ള കാലഘട്ടം അനുകൂലമാണ്. എന്നിരുന്നാലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ 3 വർഷത്തിലെ ജീവിതത്തിലെ ഗോൾഡൻ ടൈം അഥവാ സുവർണകാലം എന്ന് പറയുന്നത് 2027 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലഘട്ടമാണ്. ഇത് മേടക്കൂറുകാരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. 2027 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് ഏറ്റവും മികച്ച സമയം. ആ സമയത്ത് വിവാഹാലോചനകളൊക്കെ നല്ല വിവാഹത്തിലേക്ക് കടക്കാം. നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയും ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഉദ്യമേനഹി സിദ്ധിന്തി കാര്യാണിന മനോരഥേ. പരിശ്രമവും സമയവും കൂടുമ്പോൾ വിജയം ഉറപ്പാകും. ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. സ്ട്രെസ് മാനേജ്മെന്റ്, മെഡിറ്റേഷൻ, നല്ല ഉറക്കം, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം എന്നിവയൊക്കെ മേടക്കൂറുകാർ നിർബന്ധമായിട്ടും ചെയ്യുക. മേടക്കൂറുകാർ ഇക്കാലഘട്ടത്തിൽ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ കൂടി നമുക്ക് നോക്കാം. ഓം ശം ശനൈശ്വരായ നമഃ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഇത് ജപിക്കുക. ശനിയാഴ്ചകളിലെങ്കിലും നിർബന്ധമായിട്ടും ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഓം ബ്രം ബൃഹസ്പതി നമഃ എന്ന മന്ത്രത്തെ ജപിക്കുക. ഈ മന്ത്രങ്ങളൊക്കെ 108 തവണ ജപിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങളായി ജപിക്കാം. കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുക. ഹനുമാൻ അഞ്ജനി സൂനു വായുപുത്രോ മഹാബലഹ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തെ പ്രാപ്തമാക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഹനുമാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. എള്ള് കിഴികെട്ടി എള്ളെണ്ണ കൊണ്ട് നീരാഞ്ജനം നടത്തുക. മേടക്കൂറുകാർ നിർബന്ധമായിട്ടും ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തൊഴിലാളികളെയും കീഴ് ജീവനക്കാരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. ശനി എടുക്കുന്നതിൽ ഇരട്ടി അവർക്ക് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും. നമുക്ക് ഈ 3 വർഷത്തെ ഒരു സംക്രമ ഫലം ഒന്ന് പരിശോധിക്കാം. 2026 എന്നുള്ളത് മേടക്കൂറുകാർക്ക് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. 2027 ഉയർച്ചയുടെ കാലഘട്ടമാണ്. 2028 നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. എന്നാൽ അതോടൊപ്പം ജാഗ്രതയും പാലിക്കേണ്ട വർഷമാണ്. ശനി നിങ്ങളെ പരീക്ഷിക്കും, രാഹു നിങ്ങളെ ഉയർത്തും. പക്ഷേ ഗുരു അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും ഉയർച്ചയിലേക്ക് മാറും. ഇതായിരുന്നു 2026 മുതൽ 2028 വരെയുള്ള മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലം. കാലചക്രം തിരിയുമ്പോൾ വിധിയും ഗ്രഹങ്ങളുടെ ഗതിയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ശുഭാശുഭ ഫലപ്രദ ഗ്രഹാഹ കർമാനുസാരിണഃ. ഗ്രഹങ്ങൾ ആകട്ടെ നൽകുന്ന ഫലങ്ങളൊക്കെ നമ്മളുടെ കർമ്മങ്ങളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാരെ, ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ ഗതി അനുസരിച്ച് വരുന്ന 3 വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 2026 മുതൽ 2028 വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് മുന്നിൽ ഈ വർഷങ്ങൾ തുറക്കുന്നത് ഭാഗ്യത്തിന്റെ വാതിലുകളോ അതോ ശനിയുടെ പരീക്ഷണങ്ങളോ? ഇതൊരു സാധാരണ പ്രവചന രീതിയല്ല. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ശനി, ഗുരു, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളുടെ രഹസ്യ പൂർണ്ണ വിവരണം. നമുക്ക് ഈ 3 വർഷത്തെ ജാതകം പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഇടവൻ രാശിക്കാരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി പറയാം. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. ചിഹ്നം കാളയാണ്. സ്ഥിരതയും ശക്തിയുമാണ് ഇവരുടെ പ്രതീകം. ക്ഷമയും സ്ഥിരതയും ഇവരുടെ പ്രതീകങ്ങളാണ്. ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉള്ളവരാണ് ഇടവക്കൂറുകാർ. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കഠിനാധ്വാനവും സമ്പാദ്യശേഷിയും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ സമാധാന പ്രിയതയും ഇവരുടെ പ്രത്യേകതയാണ്. ഇവരുടെ ദോഷങ്ങളെയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വാശി ഇവർക്ക് അധികമായിട്ടുണ്ടാകാം. മാറ്റങ്ങൾ സ്വീകരിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാം. കാര്യങ്ങൾ നാളത്തേക്ക് നീട്ടിവെക്കാനുള്ള മടി, അതും ഇവരുടെ ദോഷവശമാണ്. കൂടാതെ അമിതമായിട്ടുള്ള ദേഷ്യം, വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മ ഇവയൊക്കെ ഇവരുടെ വിപരീത സ്വഭാവങ്ങളാണ്. ധൈര്യം സർവത്ര സാധനം. ക്ഷമയും സ്ഥിരതയും ധൈര്യവുമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഇനി നമുക്ക്
ഇടവക്കൂറുകാരുടെ 2026, 2027, 2028 കാലഘട്ടത്തിലെ പ്രവചനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് 2026 കുറിച്ച് പരിശോധിക്കാം. ഇത് ഭാഗ്യത്തിന്റെ സുവർണ കാലഘട്ടമാണ്. ശനി 11ാം ഭാവത്തിലാണ്, വ്യാഴം 2ാം ഭാവത്തിലാണ്. സാമ്പത്തികമായി നല്ല വളർച്ച ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. വീട് വാങ്ങാനും വയ്ക്കുവാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. നിക്ഷേപങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള സമയമാണ്. ശനി കർമ്മഫലദാത, കഠിനാധ്വാനത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം നൽകുന്ന ഗ്രഹമാണ് ശനി. പക്ഷേ ആലോചനകൾ ഉണ്ടായേക്കാം, നടപ്പിലാക്കുന്നതിൽ മടി വരാം. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർ ചിന്തിച്ചാൽ ഉടൻ തന്നെ ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. ഇടവക്കൂറുകാർക്ക് രാഹു 10-ലായിരുന്നു. ഡിസംബർ മാസത്തിൽ രാഹു 10-ൽ നിന്ന് 9-ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ്. ഭാഗ്യത്തിന് അല്പം കാലതാമസം ഇക്കാരണത്താൽ വന്നേക്കാം. കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമായി വരും. സഹോദരങ്ങളുമായി തർക്കമുണ്ടാകാം. കാല സർവം പരീക്ഷതേ, സമയം എല്ലാവരെയും പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഓഹരി മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. ചൂതാട്ടങ്ങൾ ഒഴിവാക്കുക. മറ്റ് മേഖലകളിലും അനാവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. ഇനി 2027-ലെ ഫലങ്ങളൊന്ന് നോക്കാം. ഇത് പരിശ്രമത്തിന്റെ വർഷമാണ് ഇടവക്കൂറുകാർക്ക്. വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറുന്നു. യാത്രകളൊക്കെ കൂടുതലാകുന്ന വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ കൂടുതൽ അധ്വാനം വേണ്ടി വരാം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായി ഉണ്ടാകും. ഉദ്യോഗിനും പുരുഷ സിംഹം ഉപേരി ലക്ഷ്മി, പ്രയത്നിക്കുന്ന വ്യക്തികളെയാണ് ലക്ഷ്മി ദേവി കടാക്ഷിക്കുക. ഇനി 2027 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലഘട്ടം ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ഇതൊരു ശരാശരി സമയമാണ്. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യ ചെലവുകളും ഉണ്ടാകാം. മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. 2028 ഫെബ്രുവരി മുതൽ ഇടവക്കൂറുകാർക്ക് 7 ശനി ആരംഭിക്കുകയാണ്. ഇത് ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമായി മാറിയേക്കാം. ന്യായാധീശോ ശനിദേവ, ശനി നീതിയുടെ ദേവനാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ ആ സമയത്ത് ഉറപ്പായിട്ടും കിട്ടും. നല്ലത് ചെയ്താൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. തെറ്റ് ചെയ്താൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. 2028 ജൂലൈക്ക് ശേഷം ഒരു തിരിച്ചുവരവിനുള്ള സമയമായിട്ട് കണക്കാക്കാം. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കാം. സാമ്പത്തിക കാര്യത്തിൽ പുരോഗതി ഉണ്ടാകാം. ആത്മവിശ്വാസം പൊതുവെ ഉയരുന്നതാണ്. ഇനി ഇടവക്കൂറുകാർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ കൂടി പരിശോധിക്കാം. ശനിദേവനെ സ്മരിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, എള്ള് പായസം എന്നിവയൊക്കെ നടത്തുക. കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുക. ഗുരുവായൂരപ്പനെയും ദക്ഷിണാമൂർത്തിയെയും ഒക്കെ ധ്യാനിക്കുക. ദാനം തപശ്ച യജ്ഞശ്ച പാവമാനി മനീഷിണാം, ദാനം, ജപം, പൂജ ഇവയൊക്കെ ജീവിതത്തെ ശുദ്ധമാക്കുന്നതാണ്. ഇടവക്കൂറുകാർ ജീവിത വിജയത്തിന് അറിഞ്ഞിരിക്കേണ്ട ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടി പറയാം. മാറ്റങ്ങളെല്ലാം സ്വീകരിക്കുക. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. അനാവശ്യ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. നിക്ഷേപങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക. നാം ഇപ്പോൾ പറഞ്ഞത് ഗോചരപ്രകാരം, അഥവാ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അഥവാ രാശിയെ അടിസ്ഥാനപ്പെടുത്തി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണ ഫലങ്ങൾ അറിയണമെങ്കിൽ ലഗ്നാലും ഇത്തരത്തിൽ ഗോചര ഫലങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജാതകാലുള്ള ഫലങ്ങളും ഇപ്പോഴുള്ള ദശാകാലങ്ങളുമാണ് ഫലത്തിലേക്ക് വരിക. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വീഡിയോയെ മനസ്സിലാക്കാൻ. ഗ്രഹങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് നിങ്ങളുടെ കർമ്മം തന്നെയാണ്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നിന്റെ അധികാരം കർമ്മം ചെയ്യുക മാത്രമാണ്, ഫലത്തിലല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാരെ, നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചാൽ 2026 മുതൽ 28 വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാലം തന്നെയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മിഥുനക്കൂറുകാരുടെ 2026, 2027, 2028 എന്നീ വർഷങ്ങളിലെ സമ്പൂർണ്ണ നക്ഷത്ര ബലമാണ്. അതായത് നിങ്ങളുടെ 3 വർഷത്തെ സമ്പൂർണ്ണ ജാതകം എന്നർത്ഥം. ഈ വർഷങ്ങളിലെ അത്ഭുതകരമായിട്ടുള്ള ഭാവി ഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്ന വർഷങ്ങളെ നല്ല മികച്ചതാക്കാൻ നിങ്ങൾക്കിത് സഹായകരമാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമുക്ക് ആദ്യം മിഥുനം രാശിക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് പരിശോധിക്കാം. ബുധ സൗമ്യ സദാബുദ്ധിം ദദാതി ജനമാനസേ
വാക്പടുത്വ പ്രസന്നത്വം മിഥുനസ്യ ലക്ഷണം. ബുധനാണ് മിഥുനൻ രാശിയുടെ അധിപൻ. മിഥുനം എന്നത് ഒരു ഇരട്ട ചിഹ്നമാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക, അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവ് നൽകുന്നതാണ്. മിഥുനം എന്നത് ഒരു രാശി മാത്രമല്ല, ചിന്തകളുടെ വേഗം, വാക്കുകളുടെ ശക്തി, ബുദ്ധിയുടെ തേജസ്, ഇതൊക്കെ കൂടിച്ചേർന്നതാണ്. മിഥുനക്കാരുടെ സ്വഭാവ സവിശേഷതകൾ ഏകദേശം പരിശോധിക്കുമ്പോൾ അതിവേഗ ബുദ്ധിശക്തി, സംസാരിക്കാനുള്ള അത്ഭുതമായിട്ടുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അമിത ആകാംക്ഷ, ഒരേ സമയം രണ്ട് ചിന്തകൾ എന്നിവയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതിരിക്കുന്നു. ഇവരുടെ ഗുണങ്ങളായി പറയേണ്ടത് നർമ്മബോധമാണ്. കൂടാതെ എല്ലാവരോടും ഇടപെടുന്ന സ്വഭാവം, എളുപ്പത്തിൽ എല്ലാവരുമായിട്ടും പൊരുത്തപ്പെടാനുള്ള കഴിവ്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനത്തിൽ ഒരു അവ്യക്തത, രണ്ട് മൈൻഡ് അഥവാ ഇരുമനസ്സ്, ഏകാഗ്രത കുറവ്, ചിലപ്പോഴെങ്കിലും അനാവശ്യമായിട്ടുള്ള സംസാരം. ഈ പോരായ്മകളൊക്കെ ശരിയായി നിയന്ത്രിച്ചാൽ മിഥുനൻ രാശിക്കാർ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിവുള്ളവരാണ്. ശനി, വ്യാഴം, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഈ 3 വർഷത്തേക്ക് ഫലം പറയുന്നത്. മറ്റ് ഗ്രഹങ്ങളൊക്കെ ചെറിയ ചെറിയ കാലയളവിലാണ് വന്നു പോകുന്നത്. അത് മാസഫലത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. 3 വർഷത്തെ ഫലങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോൾ ഈ 4 ഗ്രഹങ്ങളെയാണ് നാം പ്രതിപാദിക്കുക. ശനൈശ്വര കർമ്മഫലദാത, ഗുരു ജ്ഞാനപ്രദായക, രാഹുകേതു ഭ്രമം ദത്തൗ, ജീവനെ മാർഗദർശകൗ. ഈ 3 വർഷത്തെ നിങ്ങളുടെ വിധി എഴുതുന്നത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ്. ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഗോചരഫലമാണ്. ഗോചരഫലം മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരാളിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ പ്രവചിക്കുക അസാധ്യമാണ്. ജാതകത്തിലുള്ള ദശാകാലം, അതേപോലെ തന്നെ ലഗ്നാലുള്ള ഗോചരസ്ഥിതി, ഇതെല്ലാം ഫലത്തിലേക്ക് ഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഓരോ വ്യക്തിയുടെയും പ്രത്യേകമായിരിക്കും. എന്നിരുന്നാലും ഏകദേശമായിട്ടുള്ള ഒരു ഫലമാണ് ഇതിലൂടെ പറയുന്നത്. ലഗ്നവും സമാനമാണ്. അല്ലെങ്കിൽ മിഥുനൻ രാശിയുടെ ബന്ധുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുകൂല രാശികളിൽ ജനിച്ചവരാണെങ്കിൽ ഈ ഫലങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അല്ലാത്തുള്ള പക്ഷം ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണുവാൻ. ഇനി നമുക്ക് ഓരോ വർഷത്തെയും പ്രത്യേകം എടുത്ത് പരിശോധിക്കാം. ആദ്യം നമുക്ക് 2026 എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. 2026 നമുക്ക് പറയുകയാണെങ്കിൽ ഭാഗ്യം തുറക്കുന്ന തുടക്ക കാലഘട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവാതിൽ തുറക്കുന്ന ആരംഭ നിമിഷം. 2026 മെയ് മാസം എന്നത് വലിയ പ്രശ്നങ്ങളില്ലാത്ത മാസമായിരിക്കും മിഥുനക്കൂറുകാർക്ക്. തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നല്ല സമയമാണ്. ശേഷം ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലഘട്ടം സുവർണ കാലം എന്ന് തന്നെ പറയണം. ഗുരു ഉച്ചസ്ഥിതോ യസ്യ ഭാഗ്യം തസ്യ ന സംശയഃ. ഗുരു അഥവാ വ്യാഴം ഉച്ചരാശിയിൽ നിന്നാൽ ഭാഗ്യം, പ്രണയം, വിവാഹം എല്ലാം അനുകൂലമാകുമെന്നാണ്. പ്രമോഷനൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇനി നവംബർ, ഡിസംബർ മാസങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന മാസങ്ങളാണ്. ഡിസംബർ 5-ാം തീയതി രാഹു 8-ാം ഭാവത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കുക. ഇനി നമുക്ക് 2027 മിഥുനക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2027 എന്നത് മിഥുനക്കൂറുകാർക്ക് മാറ്റത്തിന്റെ വർഷമാണ്. പരീക്ഷണങ്ങളും അനുഗ്രഹവും ഒരേപോലെ അടങ്ങുന്ന വർഷം. 2027 ജനുവരി അല്പം കഠിന കാലഘട്ടമായിരിക്കും. 2025 ജനുവരി 25-ന് ശേഷം വീണ്ടും വ്യാഴം കൂടുതലായിട്ട് അനുഗ്രഹം നൽകുന്ന സമയമാണ്. അതായത് ഒരു ഇടവേളയ്ക്ക് ചിങ്ങം രാശിയിലേക്ക് മാറിയതിനു ശേഷം വീണ്ടും കർക്കിടകത്തിലേക്ക് എത്തുന്നു. അത് വീണ്ടും ഭാഗ്യത്തിന്റെ സമയം കുറിക്കുന്നു. ജൂൺ മാസം 2027 ജൂണിൽ തുടങ്ങി ജീവിതത്തിലെ മാറ്റങ്ങളുടെ സമയമാണ്. അതായത് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ലാഭസ്യാനഗതോ മന്ദഹ സർവസിദ്ധി പ്രദായക. ശനി ലാഭസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതായത് 11-ാം രാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് എത്തുന്നു. വ്യാഴവും ശനിയും ഒരുപോലെ ഈ സമയത്ത് അനുകൂലത്തിലാകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന്റെ ആരംഭമാണ്. 2027 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം സുവർണ കാലഘട്ടമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച്
അനുകൂല ലഗ്നത്തിലുള്ളവർക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി 2028 മിഥുനക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2028 സ്ഥിരതയും ഉയർച്ചയും ഒരുപോലെ നൽകുന്ന വർഷമാണ്. അതായത് നിങ്ങൾ നേടിയ വിജയങ്ങൾ ഉറപ്പിക്കുന്ന വർഷമാണ്. ആദ്യത്തെ 6 മാസം ചിലപ്പോൾ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക. 2028 ഫെബ്രുവരി 23 ശേഷം ശനി സ്ഥിരമായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ശനിയുടെ ഒരു രാശിമാറ്റം തിരികെ പോക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സമ്മിശ്ര ഫലം എന്ന് പറഞ്ഞത്. എന്നാൽ ഫെബ്രുവരി 23 ശേഷം ശനി സ്ഥിരമായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ജൂലൈക്ക് ശേഷമുള്ള അവസ്ഥ കൂടി പരിശോധിക്കാം. രാഹു കേതു പ്രസന്നോച്ചേത് വിദേശയോഗ പ്രജായത്തെ. ഈ സമയത്ത് വിദേശയോഗം, തൊഴിലിലൊക്കെ സ്ഥിരത, സാമ്പത്തിക വളർച്ച എന്നിവ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ കൂടി പരിശോധിക്കാം. ഗ്രഹദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് മന്ത്രങ്ങൾ ജപിക്കുക. ഓം രാം രാഹവേ നമ, ഓം കേം കേതവേ നമ എന്നീ മന്ത്രങ്ങളെ നിത്യം ജപിക്കുക. ഹനുമാൻ അഞ്ജനീസുനു സങ്കടം നാശേ ധ്രുവം. ഹനുമാനെ ആരാധിച്ചാൽ ഒരു സങ്കടങ്ങളും ഉണ്ടാകില്ല. കൂടാതെ ഹനുമാനെ ആരാധിക്കുന്നതോടൊപ്പം ഭൈരവമൂർത്തിയെ ആരാധിക്കുക. വ്യാഴത്തിന്റെ അനുഗ്രഹത്തിനായി വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുക. അല്ലാത്ത പക്ഷം എല്ലാ വ്യാഴാഴ്ചയും ജപിക്കുക. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, ഈ 3 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാലഘട്ടങ്ങളാണ്. ശനി ഒരിക്കലും ദോഷം നൽകുന്നില്ല, അത് നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വ്യാഴമാകട്ടെ അനുഗ്രഹം നൽകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക, പ്രവർത്തിക്കുക, ഊർജ്ജസ്വലരായി നിൽക്കുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഗ്രഹഗതികൾ മനുഷ്യ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു. നമ്മുടെ ഭാവിയെ മുൻകൂട്ടി മനസ്സിലാക്കി ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം. ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് അതാണ്. കഴിഞ്ഞ ദിവസം ചിങ്ങം രാശിക്കാരുടെ 3 വർഷത്തെ വരാൻ പോകുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് മറ്റു രാശിക്കാരെയും നാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് കർക്കിടകക്കൂറുകാർക്ക് 2026, 27, 28 എന്നീ വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കും, എങ്ങനെ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലേക്കാണ് കടക്കുന്നത്. കർക്കിടകക്കൂറുകാരുടെ കരിയർ, ധനം, കുടുംബം, വിവാഹം, വിദേശയാത്ര, ഭാഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ അറിയാം. വീഡിയോ പൂർണ്ണമായി കാണുക. 2028 വരെ കർക്കിടകക്കൂറുകാരെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കർക്കിടകക്കൂറുകാരെ കാത്തിരിക്കുന്നത് 2028 വരെയുള്ള വിജയത്തിന്റെ കാലം തന്നെയാണ്. ആദ്യം നമുക്ക് കർക്കിടക രാശിയുടെ പൊതുഗുണങ്ങളും അനുകൂല ഫലങ്ങളും അനുഗ്രഹങ്ങളും ഒന്ന് പരിശോധിക്കാം. കർക്കിടക രാശിക്കാർ ചന്ദ്രന്റെ ആധിപത്യമുള്ള രാശിക്കാരാണ്. കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം, കരുതൽ, മനസ്സിന്റെ ആഴം എന്നിവയുടെ പ്രതീകമാണ്. ഇവർ സാധാരണയായി ഹൃദയശുദ്ധിയുള്ളവരും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ്. പൊതുവെ ഇവർ കുടുംബസ്നേഹികളാണ്. കുടുംബത്തിനായി ഇവർ എന്തും ത്യജിക്കാൻ തയ്യാറാകും. ഇവർ പൊതുവെ കരുതലുള്ളവരാണ്. മറ്റുള്ളവരുടെ ദുഃഖം ഇവർ വേഗം മനസ്സിലാക്കും. ഇവർ വികാര ബുദ്ധിയുള്ളവരാണ്. ഹൃദയം കൊണ്ടാണ് പല കാര്യങ്ങളെയും ഇവർ സമീപിക്കുക. ഇവർ വിശ്വസ്തരാണ്. ഒരാളെ വിശ്വസിച്ചാൽ ഇവർ കൂടെ പൂർണ്ണമായി ഉണ്ടാകും. ഇവരുടെ സംരക്ഷണ മനോഭാവവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്വന്തം ആളുകളെ ഇവർ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കും. ഇവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയും പ്രത്യേകതയാണ്. കല, എഴുത്ത്, സംഗീതം എന്നിവയിലൊക്കെ ഇവർ കഴിവ് കാണിക്കും. ഇവർ പൊതുവെ ധൈര്യമുള്ളവരാണ്. പുറത്തേക്ക് ശാന്തരാണെങ്കിലും ഉള്ളിൽ വളരെയേറെ ശക്തരാണ് ഇവർ. ഇവരുടെ ധനകാര്യ ബോധവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഭാവിയെ കരുതി സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. കർക്കിടകക്കൂറുകാർക്ക് സാധാരണ ലഭിക്കാറുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുടുംബസുഖവും വീട്ടിലെ ഐശ്വര്യവും, വീട്, ഭൂമി, വാഹനം എന്നിവ നേടാനുള്ള യോഗം, വിദേശയാത്ര, വിദേശ ബന്ധങ്ങൾ വഴി നേട്ടം, ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലൊക്കെ വിജയം കൈവരിക്കുക, സമൂഹത്തിൽ നല്ല പേര് ലഭിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം ഇവർക്ക് കൂടുതലായിരിക്കും. നല്ല ദാമ്പത്യ സുഖവും സന്താന ഭാഗ്യവും ഉണ്ടാകും. ആത്മീയതയിലേക്ക് ഇവർക്ക് സ്വാഭാവികമായി ഒരു ആകർഷണത്വവും ഉണ്ടാകും. അങ്ങനെ ഇവരുടെ ചെറിയ ദൗർബല്യങ്ങളെ കൂടി പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അമിതമായിട്ടുള്ള വികാരപരത ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കാം. പഴയ ഓർമ്മകളിൽ കുടുങ്ങി നിൽക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നെഗറ്റീവാണ്. കൂടാതെ വിശ്വസിച്ചവരാൽ വേദനിക്കപ്പെടുക. ഇത്തരം നെഗറ്റീവ്സ് ഒക്കെ
ഉണ്ടായേക്കാമെങ്കിലും മനസ്സ് വെച്ച് മുന്നേറിയാൽ ഇവർ ഉന്നതങ്ങളിൽ എത്തുന്നതാണ്. കർക്കിടകൻ രാശിക്കാർ പുറമേ സൗമ്യരാണ് എന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അതിശക്തമായി കരുണയും മനോബലവും നിറഞ്ഞവരായിരിക്കും. അതുകൂടാതെ അവർ കുടുംബത്തെയും ജീവിതത്തെയും സ്വർണം പോലെ തേച്ചു മിനുക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാരുടെ, കർക്കിടകൂറുകാരുടെ 3 വർഷത്തെ ഫലമാണ്. കർക്കിടകൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഇത് കർക്കിടകൂറുകാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ ലഗ്നം കർക്കിടകമാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഫലങ്ങളൊക്കെ വരാം. ലഗ്നവും ചന്ദ്രാലുള്ള കൂറടിസ്ഥാനത്തിലുള്ള ഫലങ്ങളും ഒരുപോലെ വരുമ്പോഴാണ് കൂടുതലായി ഈ ഫലങ്ങൾ ഫലിക്കുക. ലഗ്നം ഇതിന് വിപരീതമായാൽ ഈ ഫലങ്ങൾക്ക് കുറവുണ്ടാകാം. എന്നാൽ ലഗ്നം അനുകൂലമായാൽ ഈ ഫലങ്ങൾക്ക് കൂടുതലായി വർധനവും ഉണ്ടാകാം. കൂടാതെ ദശാകാലത്തെ കൂടി അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമോ എന്ന് തീരുമാനിക്കാൻ. ആ ഒരു ചിന്തയോടുകൂടി വേണം ഈ വീഡിയോയെ കാണാൻ. നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് നന്നായി ഒന്ന് ചിന്തിക്കാം. ഈ കാലഘട്ടത്തിലെ പ്രധാന രാശി മാറ്റങ്ങളെ ആദ്യം ഒന്ന് നോക്കണം. ഗ്രഹമാറ്റങ്ങളെ ഒന്ന് പരിശോധിക്കാം. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾ ചെറിയ കാലയളവിലാണ്. അത് നമ്മൾ മാസഫലത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഇപ്പോൾ ഫലങ്ങൾ പറയുന്നത്. വ്യാഴം 12 മാസത്തിലൊരിക്കൽ, അതായത് ഒരു വർഷത്തിൽ ഒന്നാണ് രാശി മാറുക. വ്യാഴത്തിലൂടെ കർക്കിടകക്കൂറുകാർക്ക് ഭാഗ്യം, ധനം, കുട്ടികൾ, വിവാഹം എന്നിവയൊക്കെ ലഭിക്കുന്നതിന് സഹായകരമാകുന്നു. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക. കർമ്മഫലം, ജോലി, സ്ഥിരത എന്നിവയൊക്കെ നൽകുന്നു. രാഹുകേതുക്കൾ ഏകദേശം 1.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക. അപ്രതീക്ഷിത മാറ്റങ്ങൾ, വിദേശയോഗം, രഹസ്യ നേട്ടങ്ങൾ എന്നിവയൊക്കെ ഈ കാലയളവിൽ നൽകുന്നു. മെയ് മാസം വരെയുള്ള കാലഘട്ടം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. വ്യാഴം 12ലാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വിസ, വിദേശയോഗം എന്നീ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടാം. മനസ്സിൽ ആശങ്കയും ഉണ്ടാകുന്നതാണ്. എന്നാൽ 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം രാശി മാറി കർക്കിടകം രാശിയിലേക്ക് തന്നെ എത്തുകയാണ്. അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വ്യാഴം ഉച്ചക്ഷേത്രമായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് എത്തുന്നതോടുകൂടി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അവസരങ്ങളൊക്കെ തുറന്നു ലഭിക്കുന്നതാണ്. ഭാഗ്യത്തിന് വർധന ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഒക്ടോബർ 31-ാം തീയതി വീണ്ടും വ്യാഴം ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം ധനവരവ് അധികമാകും. തൊഴിലിൽ ഉയർച്ച ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ കളിയാടുന്നതാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 2026 രാഹു പ്രതികൂലത്തിലാണ് എന്നതൊരു പോരായ്മയാണ്. എന്നിരുന്നാലും വ്യാഴം ജൂൺ 2-ാം തീയതി ജന്മരാശിയിലേക്ക് എത്തുന്നതോടുകൂടി അതിന് വളരെ ശമനം ഉണ്ടാകുന്നതാണ്. ഡിസംബറിലാണ് രാഹു മകരം രാശിയിലേക്ക് മാറുക. അതുവരെ നിത്യവും ഓം രാം രാഹവേ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. ഒരു ദിവസം അത് 21 പ്രാവശ്യം വീതം ജപിക്കുക. രാഹുവിന്റെ ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. 2026 പൊതുവെ പറഞ്ഞാൽ ജൂൺ 2-ന് ശേഷം വളരെയേറെ അനുകൂല സമയമാണ്. ജൂൺ 2 വരെയുള്ള സമയം വളരെ മോശമാണ് എന്നർത്ഥം. ഇനി നമുക്ക് 2027 ഫലത്തെ ഒന്ന് ചിന്തിക്കാം. 2027 കർക്കിടകക്കൂറുകാരുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആദ്യം നമുക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലത്തെ ഒന്ന് നോക്കാം. ഇക്കാലത്ത് ജോലിയിൽ ഉയർച്ച, ബിസിനസ്സിൽ വളർച്ച, വിദേശ അവസരങ്ങൾ, പുതിയ ബന്ധങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ജൂൺ 3-ാം തീയതി ശനി മേടം രാശിയിലേക്ക് എത്തുകയാണ്. ഇത് തൊഴിൽപരമായി വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 10-ാം ഭാവമാണ് മേടം രാശി. കണ്ടകശനി ആണെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം സ്ഥാനക്കയറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നതാണ്. നവംബർ മാസത്തിൽ വ്യാഴം കന്നി രാശിയിലേക്ക് മാറുകയാണ്. ആ സമയം ചില കാര്യങ്ങളൊക്കെ വൈകിപ്പോയേക്കാം. ഫലങ്ങൾ വൈകാം. ചില തീരുമാനങ്ങളിലൊക്കെ ആശയക്കുഴപ്പവും ഉണ്ടായേക്കാം. പരിഹാരമായി ഓം ബ്രം ബൃഹസ്പതയെ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. 2027 പൊതുവെ കർക്കിടകക്കൂറുകാരുടെ ഉയർച്ചയുടെ ഗംഭീര വർഷമാണ് എന്ന് പറഞ്ഞു. അതിൽ അല്പമെങ്കിലും മോശമായിട്ടുള്ള മാസങ്ങൾ നവംബർ, ഡിസംബർ മാസങ്ങളാണ്. വ്യാഴപ്രീതി വരുത്തുക. ഇനി നമുക്ക് 2028 കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2028 എന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഗോൾഡൻ ഇയർ എന്ന് പറയാവുന്ന ഒരു വർഷമാണ്. ഈ 3 വർഷങ്ങളിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള വർഷം തന്നെയാണ് 2028. 2028 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹയോഗം, വീട് വാങ്ങൽ, വലിയ നല്ല തൊഴിലിന് അവസരം, ബിസിനസ്സിൽ നേട്ടം, ധനപരമായി കുത്തനെയുള്ള ഉയർച്ച എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. ജൂൺ ജൂലൈ മാസങ്ങളെ സംബന്ധിച്ച് പൊതുവെ
ഉള്ള ഭയങ്കരമായിട്ടുള്ള ടേണിംഗ് പോയിന്റ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഏറെ നാളായി കർക്കിടകക്കൂറുകാർ കാത്തിരുന്ന മഹാവിജയം കരസ്ഥമാകുന്ന സമയമാണ്. കോടതി കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാം. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, കുടുംബത്തിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ. ജൂലൈ അവസാനത്തോടുകൂടി ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം, എന്നാൽ നേടിയ വിജയങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ്. എന്നിരുന്നാലും 2028 ബാക്കിയുള്ള സമയം വളരെയേറെ മെച്ചപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ഇയർ എന്ന് തന്നെ പറഞ്ഞത്. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 എന്നുള്ളത് തുടക്കത്തിൽ വെല്ലുവിളിയും ശേഷം ഭാഗ്യവും നൽകുന്ന വർഷമാണ്. 2027 ആകട്ടെ സ്ഥിരതയും ഉയർച്ചയും നൽകുന്ന വർഷമാണ്. 2028 വലിയ വിജയങ്ങളും ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതുമായിട്ടുള്ള വർഷമാണ്. ഇത് പൊതുവായ രാശിഫലമാണ് എന്ന് പറഞ്ഞു. ജന്മനക്ഷത്രം, ലഗ്നം, ദശാഭുക്തി, ഭിന്നാഷ്ടവർഗം എന്നീ കാര്യങ്ങളെ കൂടി പരിശോധിച്ചിട്ട് വേണം പൂർണ്ണമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താൻ. ഇവയെല്ലാം അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റമുണ്ടാകും. പ്രിയപ്പെട്ട കർക്കിടകം രാശിക്കാരെ, മുന്നിലുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് വളരെ ശക്തമായവയാണ്. ഗ്രഹദോഷങ്ങൾ അകറ്റാനായി പരിഹാരങ്ങൾ ചെയ്യുക. അവസരങ്ങൾ വരുമ്പോൾ കൈവിടാതിരിക്കുക, പരിശ്രമിക്കുക. ഓം ഗണപതേ നമഃ. ഓം നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 3 വർഷങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതറിയാൻ നിങ്ങൾ തയ്യാറാണോ? 2026 ഏതാണ്ട് പകുതിയാകുന്നു. ബാക്കിയുള്ള 2026, 2027, 2028 എന്നീ 3 വർഷങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും? എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഗുണവും ദോഷവും ഒക്കെ പരിശോധിച്ച് നമുക്ക് വേണ്ട കരുതലുകൾ എടുക്കാം. ജീവിതത്തെ ഉയർച്ചയിലേക്ക് പടവുകൾ കയറ്റുന്നതിന് അത് സഹായകരമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2026, 27, 28 എന്നീ 3 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികളും വിജയവും സമ്പത്തും ഭാഗ്യവും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന അത്ഭുതകരമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ് എന്ന് പറയാം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഗോചര ഫലത്തെയാണ്. ജാതക ഫലത്തെ എല്ലാവരുടെയും പൊതുവായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. നക്ഷത്രത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. എല്ലാ നക്ഷത്രക്കാരെ കുറിച്ചും 2 ഭാഗങ്ങളിലായിട്ട് ആ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗോചര ഫലങ്ങളാണ് ചെയ്യുന്നത്. ഗോചരം എന്നാൽ ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ചുള്ള ഫലങ്ങൾ. ഇതുകൂടാതെ ജാതക ഫലം, ദശാകാല ഫലം എന്നിവയൊക്കെ നിങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അവയെല്ലാം കൂടി ഒത്തു വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫലത്തെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റൂ. എന്നിരുന്നാലും ഇത് അറിവിലേക്കായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഗോചരഫലത്തിൽ എല്ലാ ഗ്രഹങ്ങളെയും പരിഗണിക്കാറുണ്ടെങ്കിൽ പോലും പൊതുവായിട്ട് വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നീ ഗ്രഹങ്ങളെ മാത്രമാണ് കൂടുതലായിട്ട് ഫലദാന വിഷയത്തിൽ സ്വാധീനം ചെലുത്താറുള്ളത്. അപ്പൊ ഈ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിങ്ങക്കൂറുകാരുടെ 3 വർഷത്തെ നാം ഫലം കണ്ടെത്തുന്നത്. കാല സർവത്ര ഗോചരം, കർമ്മണ ജായതേ ഭാഗ്യം. സമയം മാറും, പക്ഷേ ഭാഗ്യം നിർണ്ണയിക്കുന്നത് നമ്മളുടെ പ്രവർത്തികളാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര സമയമോശമാണേലും കഠിനാധ്വാനത്തിലൂടെ നമുക്ക് നമ്മുടെ സമയത്തെ പോലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് മാർക്കണ്ഡേയ മഹർഷിയുടെയും മറ്റും കഥയിലൂടെ നമ്മളുടെ പുരാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഈ വീഡിയോയെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുക. കാരണം വരാനിരിക്കുന്ന സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ശരിയായി ആസൂത്രണം ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും. നമുക്ക് ആദ്യം 2026 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2026 നിങ്ങൾക്ക് നൽകുന്നത് സമ്മിശ്ര ഫലങ്ങളും ജാഗ്രതയുമാണ്. ജൂൺ 2-ാം തീയതി വരെ വ്യാഴം മിഥുനം രാശിയിലാണ്. അതായത് വർഷാരംഭത്തിൽ ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലുമാണ്. ജൂൺ 2-ാം തീയതി വരെ വ്യാഴം മിഥുനം രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലേക്കും ഗമിക്കും. ഈ സമയത്ത് ശനി അഷ്ടമത്തിലാണ് ചിങ്ങക്കൂറുകാർക്ക്. അഷ്ടമശനി, അതിന് ധയ്യ എന്ന് പറയാറുണ്ട്. അഷ്ടമശനിയുടെ സ്വാധീനം ചിങ്ങക്കൂറുകാർക്ക് അല്പം അലോസരത ഉണ്ടാക്കിയേക്കാം. അതുമൂലം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ശത്രുക്കളുടെ അസൂയ നിങ്ങളെ പിടിപെട്ടേക്കാം. ആരോഗ്യപരമായി അല്പം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. കാലിന് പരിക്കുകൾ പറ്റാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് 11-ാം ഭാവമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. രാഹുവും സാധാരണഗതിയിൽ പിന്തുണ നൽകുന്നുണ്ട്. അമിതമായ പിന്തുണ അല്ലെങ്കിൽ പോലും രാഹുവിന്റെ പിന്തുണ ചെറിയ രീതിയിലെങ്കിലും ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾ കടന്നു പോകാം. ഓം ശം ശനൈശ്വരായ നമഃ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ജൂൺ മുതൽ
ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ അല്പം കരുതൽ എടുക്കേണ്ട കാലമാണ്. ജൂൺ 2-ന് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് കടക്കുന്നു. അത് ചിങ്ങക്കൂറുകാർക്ക് 12-ാം ഭാവമാണ്. അങ്ങനെ വരുമ്പോൾ വ്യാഴം കൂടി പ്രതികൂല സ്ഥാനത്തേക്ക് മാറുകയാണ്. ശനി ഇപ്പോൾ തന്നെ പ്രതികൂല സ്ഥാനത്താണ്. അഷ്ടമശനിക്കാലമാണ്. വ്യാഴം കൂടി പ്രതികൂലത്തിലാകുന്നു. ഇപ്പോൾ രാഹു കേതുക്കൾ മാത്രമേ ഉള്ളൂ അല്പസ്വല്പമെങ്കിലും സഹായിക്കാനായിട്ട്. കേതു മകർ നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അല്പസ്വല്പമൊക്കെ സഹായം കിട്ടും. എന്നിരുന്നാലും ശനിയും ഒരുപോലെ വ്യാഴവും പ്രതികൂലത്തിലാകുമ്പോൾ അത് ചിങ്ങക്കൂറുകാരെ ബാധിക്കാം. ഈ പറയുമ്പോൾ ജാതകപ്രകാരം ചിങ്ങക്കൂറിന് വ്യാഴം അനുകൂലമായിട്ടുള്ള ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ഇത്ര ദോഷം ബാധിക്കില്ല. എന്നാൽ വ്യാഴം പ്രതികൂലമായിട്ടുള്ള ലഗ്നരാശികളിൽ ഉള്ളവർക്ക്, അതായത് ധനു ലഗ്നമായിട്ട് ജനിച്ചവർക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് മറയുകയാണ്. ചിങ്ങക്കൂറിൽ തന്നെ ധനുരാശി ലഗ്നമായിട്ടൂടെ ജനിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ദോഷഫലങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചിങ്ങക്കൂറിൽപ്പെട്ട ആൾക്കാർ കർക്കിടകൻ രാശി ലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അവർക്ക് വ്യാഴം ദോഷഫലങ്ങളെ കുറച്ചേ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് നിശ്ചയിക്കാം. ഇപ്രകാരം ലഗ്നവും കൂടി, അതായത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചിട്ട് വേണം ദോഷമുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ. എന്നിരുന്നാലും പൊതുവെ ഗോചരപ്രകാരം പറയുമ്പോൾ വ്യാഴം 12-ലേക്ക് വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് ദോഷം ചെയ്യാം. ഇത്തരത്തിൽ ലഗ്നവും കൂടെ പരിശോധിച്ച് വേണം ഇത് ദോഷമുണ്ടാക്കുമോ എന്നുള്ളത് ഉറപ്പിക്കാൻ. എന്നിരുന്നാലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. വ്യാഴത്തിന്റെ രാശിമാറ്റത്തെക്കുറിച്ച് പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് എന്തൊക്കെ സംഭവിക്കാം നമുക്കതൊന്ന് പരിശോധിക്കാം. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ഉണ്ടാകാം. യാത്രയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ സന്തോഷക്കുറവും അനുഭവപ്പെടാം. ഓം ബ്രം ബൃഹസ്പതയേ നമഃ, ഓം ശം ശനൈശ്വരായ നമഃ എന്നീ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. കൂടാതെ പരിഹാരമായി ഹനുമാൻ സ്വാമി, മഹാവിഷ്ണു, നരസിംഹമൂർത്തി, ശ്രീരാമസ്വാമി എന്നിവരെ ആരാധിക്കുക, വഴിപാടുകൾ ചെയ്യുക. ഒക്ടോബർ 31-ന് വീണ്ടും വ്യാഴം ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ വ്യാഴത്തിന്റെ അതിചാര സമയമാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നീ 3 രാശികളിലേക്ക് മാറുകയാണ്. ഈ അതിചാരം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് 2031 വരെ. അത് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നു. അത് പൊതുവെ വ്യക്തികൾക്ക് ബാധകമല്ല എങ്കിൽ പോലും പൊതുവെ നമ്മുടെ ഭൂമിക്ക് അഥവാ രാജ്യങ്ങൾക്ക് ദോഷകരമാണ്. അത് ഞാനൊരു വീഡിയോ പ്രത്യേകം ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതായത് ഒക്ടോബർ 31 മുതൽ ചിങ്ങക്കൂറുകാർക്ക് ഭാഗ്യവാതിൽ തുറന്നു വരികയാണ്. വ്യാഴം ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി ഭാഗ്യം തുറക്കും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. മാനസികമായി സമാധാനം ലഭിക്കും. പുതിയ അവസരങ്ങളൊക്കെ കൈവരും. അതായത് 2026 നവംബർ മുതൽ 2027 ജനുവരി വരെ വലിയ വലിയ സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് ഉണ്ടാകാം. വ്യാഴം ലഗ്നത്തിലാണ്, അതായത് ജന്മരാശിയില് ചിങ്ങം രാശിയില്. ഡിസംബർ 5-ന് രാഹു മകരം രാശിയിലേക്ക് കിടക്കും. അത് 6-ാം ഭാവമാണ്. കേതു 12-ലേക്കും കിടക്കും. അതുവരെ അത്യാവശ്യം ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം ചെയ്തിരുന്ന രാഹു കേതുക്കൾ വളരെ നല്ലൊരു സഹായ സ്ഥാനത്തേക്ക് മാറുകയാണ്. അതും അത്യന്തം ശുഭകരമാണ്. അതായത് പൊതുവെ വ്യാഴം, രാഹു കേതുക്കൾ എന്നിവയൊക്കെ അതീവ പ്രാധാന്യമുള്ള നല്ല സ്ഥാനത്തേക്ക് മാറുകയാണ് എന്നർത്ഥം. ഇത് അത്യന്തം ശുഭകരമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കാനുള്ള സമയം എന്ന് പറഞ്ഞത്. അത് എന്തൊക്കെ ഫലങ്ങളെ നിങ്ങൾക്ക് നൽകുമെന്ന് നോക്കാം. ശത്രുനാശം ഉണ്ടാക്കും. കോടതി കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. അപ്രതീക്ഷിത നേട്ടങ്ങൾ ലഭിക്കും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. സർവബാധ വിനിർമുക്തോ ധനധാന്യ സുധാന്യത. അതുകൊണ്ട് തന്നെ 2027 ഒരു സുവർണ വർഷമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. 2026 ജാഗ്രത വേണ്ട വർഷമാണെന്ന് ആദ്യമേ പറഞ്ഞു. എന്നാൽ 2027 സുവർണ കാലമായിട്ട് കണക്കാക്കാം. 2027 ജനുവരി 25-ന് വീണ്ടും വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് തിരികെ പോകും. അവിടെ ജൂൺ 26 വരെ 2027 ജൂൺ 26 വരെ തുടരും. അതുകൊണ്ട് ആ സമയത്ത് വീണ്ടും ചെലവുകൾ കൂടാം. ചെറിയ ചെറിയ ആശങ്കകൾ നിങ്ങളെ ബാധിക്കാം. മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. എന്നാൽ രാഹു കേതുക്കളുടെ വലിയൊരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വ്യാഴം 12-ലേക്ക് മാറുമെങ്കിൽ പോലും ഇത് ഗോൾഡൻ ടൈം എന്ന് തന്നെ ആരംഭത്തിൽ പറഞ്ഞത്. 2027 ജൂൺ 3-ാം തീയതി ഏറ്റവും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുന്നു. അതായത് ശനിയുടെ അഷ്ടമശനി അവസാനിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ് എന്ന് പറയാം. ശനി കൃപ കടാക്ഷേണ നിർധനോ ധനവാൻ ഭവേത് എന്നാണ്. ശനിയുടെ കടാക്ഷമുണ്ടെങ്കിൽ
നിർധനർ പോലും ധനവാന്മാരാകും. അതുകൊണ്ട് തന്നെ 2027 ജൂൺ മുതൽ 2028 വരെ ശനിയും അനുകൂലത്തിലാകും. ഇതുവരെ പ്രതികൂലത്തിലായിരുന്ന ശനി കൂടി അനുകൂലത്തിലാകുന്നതോടുകൂടി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഒരു സമ്പൂർണ്ണ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 2027 സുവർണ കാലം ആരംഭിക്കും എന്ന് പറയുന്നത്. അത് 2027 പകുതിയോടുകൂടി ജൂൺ മുതലാണ് എന്ന് പറയാം. എന്നിരുന്നാലും 2027 ആരംഭം മുതൽ തന്നെ വളരെ നല്ല സമയം തന്നെയാണ്. ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക എന്ന് നോക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ മികച്ച സമയമാണ്. മികച്ച അവസരങ്ങൾ തേടി വരും. വിവാഹം ആലോചനയൊക്കെ നടക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വിവാഹയോഗം ഉണ്ടാകും. സന്താന സുഖം അനുഭവത്തിനും യോഗമുണ്ട്. പൊതുവെ എല്ലാ തരത്തിലുള്ള സന്താന സുഖവും ലഭിക്കും. വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ കൈവരും. പദവികളിൽ ഉയർച്ചയുണ്ടാകും. ധനലാഭം ഉണ്ടാകുന്നതാണ്. പേര്, പ്രശസ്തി എന്നിവയൊക്കെ തേടി വരും. നിങ്ങളെ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കാൻ സഹായകരമാകും. 2027 നവംബർ 26 വീണ്ടും വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറും. അത് 2028 ഫെബ്രുവരി 28 വരെ അവിടെ തുടരും. അപ്പോൾ വീണ്ടും ചെലവുകൾ ഉയരും. എന്നാൽ ശനി അനുകൂലമാണ്, രാഹു അനുകൂലമാണ്, കേതു അനുകൂലമാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. 2028 എന്ന വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ സമ്പത്തിന്റെ കൊടുമുടിയിലേക്ക് കയറുന്ന വർഷമാണ്. ഫെബ്രുവരി 28 വ്യാഴം വീണ്ടും ചിങ്ങം രാശിയിലേക്ക് കടന്നു വരും. അതായത് വ്യാഴം സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുന്ന കാലം എന്ന് പറയാം. രാജതുല്യമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വളർച്ച 10 മടങ്ങ് വർദ്ധിക്കും. വ്യാഴത്തിന്റെ ആ സ്ഥിതി 2028 ജൂൺ 24 വരെയാണ്. 2028 ജൂൺ 24 രാഹു കേതുക്കളും രാശി മാറുകയാണ്. രാഹു ധനുവിലേക്കും കേതു മിഥുനത്തിലേക്കും മാറുന്നു. ഇതും ചിങ്ങക്കൂറുകാർക്ക് ശുഭകരമായിട്ടുള്ള ഗ്രഹമാറ്റം തന്നെയാണ്. 2024 വ്യാഴം കന്നി രാശിയിലേക്ക് മാറുന്നു എന്നുള്ളത് ചിങ്ങക്കൂറുകാർക്ക് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒരു മാറ്റമാണ്. 2ാം ഭാവം എന്നത് സമ്പത്തിന്റെ ഭാവമാണ്. വ്യാഴം 2ലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. കടങ്ങൾ ഉണ്ടായിരുന്നവർക്ക് കടങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. പൂർവിക സ്വത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ശുഭകർമ്മങ്ങൾ നടക്കും. സ്വർണം, ഭൂമി, വാഹനം ഇവയൊക്കെ വാങ്ങുവാനും ലഭിക്കുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനം, ധാന്യം, പശുപുത്രം ലഭതേ നാത്ര സംശയ. ധനം, ധാന്യം, പശുപുത്രന്മാർ എന്നിവയൊക്കെ ഈ കാലത്ത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഇനി ഈ 3 വർഷത്തെ ചുരുക്കത്തിൽ ഒന്ന് പറയാം. 2026 എന്നുള്ളത് നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന വർഷമാണ്. പ്രത്യേകിച്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. 2027 എന്നുള്ളത് സുവർണ കാലഘട്ടത്തിന്റെ ആരംഭകാലമാണ്. 2028 സമ്പത്തും ജീവിത വിജയവും നിറഞ്ഞ രാജയോഗകാലം എന്ന് പറയാം. ചിങ്ങക്കൂറുകാരെ കാത്തിരിക്കുന്നത് മികച്ച വർഷങ്ങളാണ്. അതിനു വേണ്ടത് സാവധാനത്വമാണ്, പരിശ്രമമാണ്, ക്ഷമയാണ്, വിശ്വാസമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ നടത്തുക. എല്ലാ ചിങ്ങക്കൂറുകാർക്കും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പരിഹാര കാര്യങ്ങളും കൂടി പറഞ്ഞു പോകാം. ശനിയാഴ്ചകളിൽ ആൽമരത്തിന് വെള്ളമൊഴിക്കുക. ആലിന്റെ ചുവട്ടിൽ കടുക്, എള്ളെണ്ണ തുടങ്ങി എണ്ണയൊഴിച്ച് വിളക്ക് കൊളുത്തുക. ഹനുമാൻ ചാലിസ ജപിക്കുക. ശനിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. ഓം ശം ശനൈശ്വരായ നമഃ. പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, ഗ്രഹങ്ങൾ വഴി കാണിക്കും. പക്ഷേ വിജയത്തിലേക്ക് നിങ്ങളെ നടത്തുന്നത് നിങ്ങളുടെ പരിശ്രമമാണ്. നല്ല സമയങ്ങൾ വരുമ്പോൾ അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. ചെറിയ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ ക്ഷമയും വിശ്വാസവും കൈവിടാതിരിക്കുക. മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലക്ഷ്മി ദേവിയുടെ കൃപ നിങ്ങൾക്കും ലഭിക്കട്ടെ. ഇന്ന് നാം പരിശോധിക്കുന്നത് കന്നി രാശിക്കാർക്ക് 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ വരും വർഷങ്ങളുടെ ഒരു ഫലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പ്രയോജനകരമാണ്. അതുവഴി നമുക്ക് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ള രാശിക്കാരുടെയും വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണുക. ആദ്യം നമുക്ക് കന്നിരാശിക്കാരുടെ പൊതുഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. പൊതുവായ ഗുണങ്ങളും ഭാഗ്യവുമാണ് പറയുന്നത്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിരാശി എന്നത് ബുധന്റെ ആധിപത്യമുള്ള ബുധന്റെ രാശിയാണ്. ഒരു ഭൂതത്വ രാശിയാണ് കന്നി. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇവർ അത്യന്തം ബുദ്ധിശാലികളായിരിക്കും. കൃത്യതയും ക്രമശീലവും ഉള്ളവരാണ്. ഉത്തരവാദിത്വ ബോധം ഇവരിൽ കൂടുതൽ ഉണ്ടാകും. വിശ്വസനീയവും സത്യസന്ധരുമായിരിക്കും ഇവർ.
ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും ഇവർ. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ശുചിത്വവും ശാന്തതയും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. കന്യരാശിക്കാരുടെ ഭാഗ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സമ്പാദ്യശേഷി ഇവർക്ക് കൂടുതലായിരിക്കും. മെല്ലെ മെല്ലെ ഇവർ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നവരാണ്. സ്വന്തമായി വീട്, ഭൂമി, സ്വത്ത് എന്നിവയൊക്കെ നേടാൻ യോഗമുള്ളവരാണ്. പഠനത്തിലും അക്കൗണ്ടിങ്ങിലും ഇവർക്ക് നല്ല കഴിവുണ്ടാകും. തൊഴിൽ മേഖലയിൽ പൊതുവെ മറ്റുള്ളവരുടെ വിശ്വാസം നേടുന്നവരാണ് ഇവർ. വിദേശ ബന്ധങ്ങളിലും നേട്ടം ലഭിക്കുന്നവരാണ്. ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും ഇവരുടെ പ്രത്യേകതകൾ കൂടി പരിശോധിക്കാം. കന്യരാശിക്കാർ പുറത്ത് പൊതുവെ ശാന്തരായിരിക്കും, എന്നാൽ ഉള്ളിൽ വളരെ സ്നേഹമുള്ളവരാണ്. കുടുംബത്തെ കരുതലെടുക്കുന്നവരാണ്. പങ്കാളിയോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. കൂടാതെ മക്കൾക്കായി ത്യാഗം അനുഷ്ഠിക്കുന്നവരാണ്. കുടുംബത്തിൽ ക്രമവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. ബുധന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർ ആത്മീയമായി അനുഗ്രഹമുള്ളവരാണ് എന്നുകൂടി പറയണം. ഇവരുടെ മന്ത്രജപം വേഗത്തിൽ ഫലപ്രദമാകും. വിഷ്ണു, ദേവി, ഗണപതി എന്നിവരെ ആരാധിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഫലപ്രദമാണ്. ജ്ഞാനം തേടുന്ന മനസ്സ് ഇവർക്കുണ്ടാകും. വിദ്യാ ദദാതി വിനയം, വിനയദാതി പാത്രതാം എന്നാണ്. അതായത് വിദ്യ വിനയത്തെ നൽകും, വിനയം ഭാഗ്യം നൽകും. വിദ്യയുണ്ടെങ്കിലും വിനയമില്ലാത്തവനും ഭാഗ്യം ഉണ്ടാകില്ല എന്നുകൂടി ഈ ശ്ലോകത്തിൽ നമുക്ക് അർത്ഥമാക്കാം. എന്നാൽ കന്യരാശിക്കാരെ സംബന്ധിച്ച് വിദ്യയും വിനയവും അവരിൽ ഉണ്ടാകും. കന്യരാശിക്കാർക്ക് നൽകാനുള്ള പ്രധാന സന്ദേശം വൈകിയെങ്കിലും വിജയം കൈവരിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. ശ്രമിച്ചാൽ ഉറപ്പായും ഉയരുന്ന രാശി, അവസരങ്ങൾ വന്നാൽ പിടിച്ചെടുക്കുന്നവർ. ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനത്തെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് കന്യരാശിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കാം. മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണ വിശേഷങ്ങളൊക്കെയുള്ള കന്യരാശിക്കാരെ സംബന്ധിച്ച് 2026 ഇനിയുള്ള കാലം, ഈ 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഈ 3 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടമാണോ, അതോ പരീക്ഷണങ്ങളുടെ സമയമാണോ? സമ്പത്തിന്റെ വാതിൽ തുറക്കുമോ? വിവാഹവും കുടുംബ സൗഖ്യവും ഉണ്ടാകുമോ? ഇവയെല്ലാം വിശദമായിട്ടുള്ള ഗ്രഹനിലകൾ പരിശോധിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫലങ്ങൾ പറയുന്നത്. കന്നിക്കൂറ് എന്നത് ഉത്തരത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. എന്നിരുന്നാലും അതേപോലെ തന്നെ കന്നി ലഗ്നമായിട്ട് ജനിച്ചവർക്കും ഈ ഫലങ്ങളൊക്കെ ലഭിക്കാം. യഥാ ഗ്രഹ തഥാ ഫലം. ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുക. 3 വർഷത്തെ ഗ്രഹനിലകളുടെ അടിസ്ഥാനം ഒന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാർക്ക് രാഹു 6ാം ഭാവത്തിലാണ്. വ്യാഴമാകട്ടെ ഇപ്പോൾ മിഥുനത്തിലും, ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലും, പിന്നീട് ചിങ്ങം രാശിയിലും, പിന്നീട് കന്നി രാശിയിലേക്കും ഒക്കെ വരുന്നുണ്ട്. ശനി ഇപ്പോൾ കുംഭം രാശിയിലാണ്, അത് മീനത്തിലേക്ക് മാറും. ഈ ഗ്രഹങ്ങളുടെയൊക്കെ സംയോജനം തന്നെ നിങ്ങളുടെ ഭാഗ്യം നിർണയിക്കുന്നതാണ്. 2026 എന്നുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സുവർണ കാലഘട്ടമാണ്. 2026 കന്നിക്കൂറുകാർക്ക് ഒരു അനുഗ്രഹത്തിന്റെ വർഷമാണ്. ഇപ്പോൾ വ്യാഴം 10ലാണ് ജൂൺ 2 വരെ, പിന്നീട് 11ാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജയോഗ സമാനമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് ഇത്. ഗജകേസരി യോഗത്തിന്റെ ഫലങ്ങൾ ലഭിക്കും. തൊഴിലിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാം. പൊതുവെ സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷം കൂടിയാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര. ഗുരു അഥവാ വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലം അതുതന്നെയാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് കന്നിക്കൂറുകാർക്ക് 2026. കന്നിക്കൂറുകാരുടെ 2026 വ്യക്തി ജീവിതം പരിശോധിക്കാം. അവിവാഹിതർക്ക് വിവാഹയോഗം ഉണ്ടാകുന്നതാണ്. ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷം വർദ്ധിക്കുന്നതാണ്. രാഹു 6ാം ഭാവത്തിലാണ്. രാഹു അനുഗ്രഹ ഭാവത്തിലാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുവിനെ തോൽപ്പിക്കാം. കോടതി കേസുകളിൽ വിജയം കൈവരിക്കും. മത്സരങ്ങളിലൊക്കെ ജയസാധ്യതയുമുണ്ട്. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്ക് 2027 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാർ വിജയത്തിന്റെ കൊടുമുടി കയറുന്ന വർഷമാണ് 2027. വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത് 11ാം ഭാവമാണ്, ലാഭസ്ഥാനം. ഇത് കന്നിരാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന വർഷമാണ്, രാശിമാറ്റമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ സഫലമാകും. ധനലാഭം വർദ്ധിക്കും. സമൂഹത്തിൽ ബഹുമാനം ലഭിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മികച്ച വിജയം നേടാൻ സഹായിക്കുന്നതാണ്. ബുദ്ധിജീവികൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേ.
പ്രയത്നത്തിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നത് മനസ്സിൽ വെക്കുക. 2027 കന്നിക്കൂറുകാർ ശ്രമിക്കുന്നത് എന്തും വിജയം കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് മേഖലയിലാകട്ടെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലാകട്ടെ, നിക്ഷേപങ്ങളിലാകട്ടെ നേട്ടം കൈവരിക്കാം. കൂടാതെ വിദേശ ബന്ധങ്ങളിലും യാത്രകളിലും ഒക്കെ ഗുണകരമാണ്. ഇനി 2028 കന്നിക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. 2028 ജാഗ്രതയുടെ വർഷം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. 2028 ആകുമ്പോഴേക്കും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കന്നിക്കൂറുകാർക്ക് ശനി മേടം രാശിയിലേക്ക് എത്തുമ്പോൾ അഷ്ടമശനി ആരംഭിക്കുകയാണ്. അതോടൊപ്പം രാഹു 5ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതായത് അതുവരെ സഹായകരമായിരുന്ന രാഹു കൂടി പ്രതികൂലത്തിലേക്ക് പോവുകയാണ്. തടസ്സങ്ങൾ, അനാവശ്യ ചെലവ്, മാനസിക സമ്മർദ്ദം, ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണ, പങ്കാളിത്ത ബിസിനസ്സിൽ ജാഗ്രത, ആരോഗ്യ പ്രശ്നങ്ങൾ, വയർ, കാലുകൾ എന്നിവയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുവെ ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. ശനോഹി കൃപായതി ഭവേത് ദുഃഖം സുഖം ഭവേത് എന്നാണ്. ശനിയുടെ പരീക്ഷണങ്ങൾ അവസാനം പാഠങ്ങളായി മാറും. ഈ കാലയളവിൽ കന്നിക്കൂറുകാർ ഒഴിവാക്കേണ്ടത് വലിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക, കടമെടുത്ത് ബിസിനസ് ആരംഭിക്കാതിരിക്കുക, തർക്കങ്ങളിൽ നിന്ന് ഒഴിവാകുക, അമിതമായിട്ടുള്ള ചെലവുകളൊക്കെ നിയന്ത്രിക്കുക. ഇനി 2028 കന്നിക്കൂറുകാരുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരം കൂടി പറയാം. എല്ലായ്പ്പോഴും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം എന്ന മഹാവിഷ്ണു മന്ത്രങ്ങളെ എല്ലാ വ്യാഴാഴ്ചകളിലും ജപിക്കുക. പക്ഷികൾക്ക് ആഹാരം നൽകുക. അതുമൂലം രാഹുവിന്റെയും ശനിയുടെയും ദോഷങ്ങൾ ഇല്ലാതാകും. ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നതും ദോഷപരിഹാരമാണ്. മനോജപം മാരുത തുല്യവേഗം എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുക. കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കുക. അതുവഴി കർമ്മദോഷങ്ങൾ കുറയുന്നതാണ്. കന്നിക്കൂറുകാരോട് എനിക്ക് നൽകാനുള്ള പ്രധാന ഉപദേശങ്ങൾ: 2026-27 വർഷങ്ങളിൽ പണം സംരക്ഷിക്കുക. ഭൂമി, വീട് എന്നിവ വാങ്ങാൻ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വാങ്ങുക. ജീവിതത്തിന്റെ അടിത്തറ ശക്തമാക്കുക. 2028 ശാന്തമായി നീങ്ങുക, കരുതലോടെ തീരുമാനങ്ങൾ എടുക്കുക എന്നിവയൊക്കെയാണ്. ഇപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചാൽ വിജയങ്ങൾ തുടർന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. 2026-ലെയും 27-ലെയും വിജയങ്ങൾ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി വയ്ക്കുക. അത് 2028 നിങ്ങളെ പിന്നോട്ട് വലിക്കാതെ സഹായകരമാകും. അതാണ് ഈ വീഡിയോയുടെ പ്രസക്തിയും. 2026 കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 10-ൽ 9 മാർക്ക് നൽകുമ്പോൾ 2027 10-ൽ 10ഉം 2028 10-ൽ 5ഉം മാത്രമാണ്. അതുകൊണ്ട് തന്നെ 2028 ജാഗ്രത പുലർത്തേണ്ടതാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നാം എന്നുള്ള പഴഞ്ചൊല്ലുകൂടി ഈ അവസരത്തിൽ ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 2026 മുതൽ 2028 വരെയുള്ള നിങ്ങളുടെ ജ്യോതിഷ ഫലമായി പറയാനുള്ളത്. ജീവിതത്തിൽ സമാനത, നീതി, സ്നേഹം, സൗന്ദര്യം എന്നിവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു രാശിയുണ്ട്. അതാണ് തുലാം രാശി. സമത്വം, യോഗ, ഉച്യതേ എന്നുള്ള ഗീതാ ശ്ലോകത്തെ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം. തുലാം രാശിയുടെ അടയാളം തന്നെ തുലാസ് ആണ്. നീതിമാന്മാരായിരിക്കും. എന്നാൽ ലഗ്നവും മറ്റും വിപരീതമാകുന്ന പക്ഷം ഇത്രയും അനീതി കാട്ടുന്ന ഒരു രാശിക്കാർ മറ്റ് ഉണ്ടാകില്ല. എന്നാൽ പൊതുവായിട്ട് ലഗ്നം അനുകൂലമാകണമെങ്കിൽ ഇവർ നീതിമാന്മാരായിരിക്കും. എല്ലാത്തിലും കഴിവുള്ളവരും നല്ല മനസ്സുള്ളവരുമായിരിക്കും. സമത്വമാണ് യഥാർത്ഥ യോഗം എന്ന് ഈ രാശിക്കാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സമത്വത്തിന്റെ പ്രതീകമാണ് തുലാം രാശി. തുലാസ് എന്നത് സമത്വത്തിന്റെ പ്രതീകമായി വരുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തുലാം രാശിക്കാരുടെ 2026, 2027, 2028 എന്നീ 3 വർഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നക്ഷത്ര ഫലമാണ്. ഇതറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നല്ല രീതിയിൽ കൂടുതൽ മെച്ചമായി ക്രമപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ വീഡിയോ നാം ചെയ്യുന്നത്. തുലാം രാശിക്കാർക്ക് ഈ 3 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും? ധനം, ജോലി, വിവാഹം, കുടുംബം, വിദേശയോഗം, ശത്രുജയം എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് പൊതുവായിട്ട് തുലാം രാശിക്കാരുടെ ഗുണവും ദോഷങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. തുലാം രാശി എന്നത് സന്തുലിതാവസ്ഥയുടെ പ്രതീകമാണ്. തുലാമിന്റെ ചിഹ്നം തന്നെ തുലാസാണ്. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു സമതുലിത കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഇവരുടെ നീതിബോധവും എടുത്തു പറയേണ്ടതാണ്. നീതിക്കും ന്യായത്തിനും വേണ്ടി ഇവർ ഉറച്ചു നിൽക്കുന്നതാണ്.
തർക്കങ്ങൾ തീർക്കാൻ ഇവർക്ക് അതുല്യമായിട്ടുള്ള കഴിവുണ്ട്. സൗന്ദര്യത്തിലും കലയിലുമുള്ള ഇവരുടെ താല്പര്യങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ശുക്രനാണ് ഈ രാശിയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ സംഗീതം, കല, ഭാഷൻ, ഭംഗി എന്നിവയോട് അമിതമായിട്ടുള്ള പ്രതിപത്തി ഉണ്ടാകും. ഇവരുടെ സൗഹൃദ സ്വഭാവമാണ് മറ്റൊരെടുത്തു പറയേണ്ട വിശേഷത. എല്ലാവരോടും എളുപ്പം ഇണങ്ങാൻ ഇവർക്ക് കഴിയും. മനോഹരമായിട്ടുള്ള സംസാര ശൈലി ഇവരുടെ പ്രത്യേകതയാണ്. ഇവരുടെ ശാന്ത സ്വഭാവമാണ് മറ്റൊരു സവിശേഷത. വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ താല്പര്യമുള്ളവരാണ് ഇവർ. സമാധാനമാണ് ഇവരുടെ മാർഗം. ഇനി ഇവരുടെ നെഗറ്റീവ് വശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ. ചിലപ്പോൾ വലിയ അലസത, അമിതമായിട്ടുള്ള ചെലവ് ചെയ്യൽ, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനുള്ള മടി, പ്രശംസ കേൾക്കാനുള്ള ഇഷ്ടം, ചിലപ്പോഴൊക്കെ ക്ഷമയില്ലായ്മ, ഇവയൊക്കെ ഇവരുടെ പോരായ്മകളാണ്. ഈ പോരായ്മകളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിച്ചാൽ ഇവർ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ നേടും. തുലാസുകൾ തൂക്കി നോക്കി തീരുമാനം പിന്നെ മതി. അവസരം വാതിലിൽ തട്ടുമ്പോൾ തുറക്കാൻ നിങ്ങൾ താമസിക്കരുത്. ഇനി നമുക്ക് 2026 മുതൽ 2028 വരെയുള്ള തുലാക്കൂറുകാരുടെ ഫലങ്ങളെ, നക്ഷത്ര ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. വ്യാഴം ആരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. കർക്കിടകം ചിങ്ങം രാശിയിലേക്ക് കടക്കുന്നുണ്ട്. ശനി ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. അത് 7ാം ഭാവത്തിലേക്കും കടക്കുന്ന സമയമുണ്ടാകും. രാഹു 5ഉം 4ഉം ഭാവത്തിലേക്കാണ്. കേതു ആകട്ടെ 11ലും 10ലുമായിട്ട് വരുന്ന സമയമാണ്. നമുക്കിനി 2026 തുലാക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഇത് വിപുലീകരണത്തിന്റെ വർഷമായിട്ട് 2026 തുലാക്കൂറുകാർക്ക് പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യോദയം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വ്യാഴം 9ലാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന കാലം എന്നും പറയാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സിനൊക്കെ പറ്റിയ സമയമാണ്. പുതിയ ജോലി, വിദേശയോഗം, ഉന്നത വിദ്യാഭ്യാസ യോഗം എന്നിവയ്ക്കും സാഹചര്യങ്ങൾ ഉണ്ടാകും. ആത്മീയതയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനം, തീർത്ഥാടനം, മന്ത്രജപം എന്നിവയ്ക്കൊക്കെ അനുകൂല സമയമാണ്. ഉദ്യോഗിനും പുരുഷസിംഹം ഉപൈതി ലക്ഷ്മിഹി എന്നാണ്. അതായത് പ്രവർത്തിക്കുന്നവർക്കാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സിദ്ധിക്കുക. 2026 ഇപ്രകാരം നല്ല പരിശ്രമം നടത്തുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും. അവർക്ക് ഭാഗ്യം കൂടെ ഉണ്ടാകും എന്നർത്ഥം. ഇനി തുലാക്കൂറുകാരുടെ 2027 ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. തൊഴിലിൽ ഉന്നതിയുടെ വർഷമാണ് 2027. 10ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിലേക്ക് എത്തുകയാണ്. ഗോചരത്തിൽ 10ൽ വ്യാഴം നിൽക്കുമ്പോൾ അത്ര നല്ല ഫലങ്ങളല്ല പറയുന്നത്. എന്നിരുന്നാലും വ്യാഴം അനുകൂല ഫലത്തെ തന്നെ നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുമൂലം ലഭിക്കുക എന്ന് പരിശോധിക്കാം. പ്രമോഷൻ ലഭിക്കുക, അധികാരങ്ങൾ ലഭിക്കുക, പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുക, സർക്കാർ ജോലിക്കും സാധ്യതയുണ്ട്. കൂടാതെ സമൂഹത്തിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുക. ഇനി സാമ്പത്തിക വളർച്ചയും ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കാം. അതായത് വരുമാനം വർദ്ധിക്കുന്നതാണ്. സ്ഥിരതയും സമൃദ്ധിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കഷ്ടപ്പാട് വിതച്ച വിത്തിന് നേട്ടമെന്ന പൂക്കാലം വരികയായി. 2027 തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉയരങ്ങളിൽ എത്തുന്ന കാലമാണ്. ഇനി നമുക്ക് 2028 തുലാക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ശത്രുക്കളെ ജയിക്കാനുള്ള അവസരങ്ങളും മാറ്റങ്ങളുമുള്ള വർഷമാണ്. ശനിയുടെ രാശിമാറ്റം വലിയ കരുത്ത് ഇവർക്ക് നൽകുന്നതാണ്. കണ്ടകശനിയൊക്കെയാണ്. എന്നിരുന്നാലും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും കോടതി കേസുകളിൽ വിജയം കൈവരിക്കാനും ഒക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ്. കൂടാതെ കടങ്ങളൊക്കെ തീരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ്. എന്നാൽ രാഹു 2028 ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാം. കൂടാതെ അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തിനും സാഹചര്യങ്ങൾ ഉണ്ടാകാം. തുലാക്കൂറുകാരോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ജീവിതത്തിൽ സന്തുലിതാവസ്ഥകൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പരിഹാരങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. മഹാലക്ഷ്മിയെ നിത്യം ആരാധിക്കുക. വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായിട്ടും ദീപം തെളിയിക്കുക. ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക, സ്ഥിരമായി ജപിക്കുക. കൂടാതെ വെള്ളിയാഴ്ചകളിൽ അരി, പഞ്ചസാര, വെള്ളവസ്ത്രം എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും വിശേഷ ഫലം നൽകും. 3 വർഷങ്ങൾ തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായകരമാകട്ടെ. 2026 എന്നുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യോദയത്തിന്റെ കാലഘട്ടമാണ്. 2027 തൊഴിൽ, ധനം, പ്രശസ്തി എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 2028 ശത്രുജയം,
കടങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ജാഗ്രത പുലർത്തേണ്ട വർഷം കൂടിയാണ്. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, നിങ്ങളുടെ മികച്ച കാലഘട്ടങ്ങൾ വാതിൽക്കൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാളേക്കായി കാത്തിരിക്കാതിരിക്കുക. ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. കാലഹ ക്രീഡതു ഗശസ്ത്യായു. കാലം കളികൾ കളിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുവാനായിട്ട് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ്. അതായത് വൃശ്ചികം രാശിക്കാരുടെ 3 വർഷത്തെ പൂർണ്ണമായിട്ടുള്ള ജാതകം 2026, 2027, 2028 കാലഘട്ടം വൃശ്ചികം രാശിക്കാർക്ക്, വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിലും ഗോചരഫലത്തിലെ പോലെ തന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ ഫലങ്ങളൊക്കെ ഏകദേശം ലഭിക്കാം. അനുകൂല ലഗ്നമാണെങ്കിൽ ഈ ഫലങ്ങൾക്ക് പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതിനും, പ്രതികൂലമായാൽ ചിലപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആ ഒരു ചിന്താഗതിയോടുകൂടി വേണം വീഡിയോയെ കാണുവാൻ. നിങ്ങളുടെ ദശാകാലം, ലഗ്നം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് സാരം. ഗ്രഹങ്ങളുടെ ഗതിയും നമ്മളുടെ കർമ്മത്തിന്റെ ഫലവും ഒന്നു ചേർന്നാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുക. അതായത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും രൂപപ്പെടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് അത് സഹായകരമാകും. ഗ്രഹാണാം ഫലദാതാരാം വിശ്വരൂപം ജനാദിനം നവാമി ദേവദേശം സദാ കർമ്മഫലപ്രദം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ 2026, 2027, 2028 കാലഘട്ടങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു, അതിനെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് വൃശ്ചികം രാശിക്കാരുടെ പൊതു സ്വഭാവം, അത് ഇപ്പോൾ അവരിൽ എന്തെല്ലാം സ്വാധീനം ചെലുത്തിയേക്കാം എന്നുള്ളതും പറയാം. വൃശ്ചികം രാശി ഒരു ജലരാശിയാണ്, പക്ഷെ അതിന്റെ ആഴം അളക്കാൻ കഴിയാത്തത്രയാണ്. വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. തീഷ്ണതയാണ് അവരുടെ മുഖമുദ്ര. ചൊവ്വയുടെ സ്വാധീനം ഇവരിൽ നല്ല രീതിയിൽ ഉണ്ടാകും. ഉള്ളിൽ ഇവർക്കൊരു മറഞ്ഞ ശക്തി ഉണ്ടാകും, അതായത് രഹസ്യാത്മകത ഉണ്ടാകുമെന്നർത്ഥം. ഇവരുടെ വിശ്വസ്തതയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തിന്റെ കാര്യത്തിൽ അതീവ ആഴമുള്ളവരായിരിക്കും ഇവർ. ഇവർക്ക് നല്ല സൂക്ഷ്മ ബുദ്ധി ഉണ്ടാകും. ആരെയും പെട്ടെന്ന് മനസ്സിലാക്കാനും വായിക്കാനുമുള്ള കഴിവ് ഇവരിൽ ഉണ്ടാകും. ധൈര്യം സർവത്ര സാധനം, ക്രോധോ വിനാശകാരണം. ദേഷ്യം, പക, സംശയം ഇവയാണ് വൃശ്ചികക്കൂറുകാരുടെ പ്രധാന ശത്രുക്കൾ. അതിന് പരിഹാരമായി ധ്യാനം, ക്ഷമ, തുറന്ന സംവാദം എന്നിവയൊക്കെയാണ് ശീലിക്കേണ്ടത്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് 2026 തന്നെ പരിശോധിക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ എഴുതി തുടങ്ങിയതാണെങ്കിലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എനിക്ക് ക്ഷേത്രത്തിലെ വഴിപാടും സംബന്ധമായിട്ടുള്ള തിരക്കുകൾ മൂലം പൂർത്തിയാക്കാതെ വന്നു. ഇപ്പോൾ ഈ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഏപ്രിൽ മാസവും കഴിഞ്ഞിരിക്കാം. അതുകൊണ്ട് തന്നെ മെയ് മാസം മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2026 എന്നുള്ളത് വൃശ്ചികക്കൂറുകാർക്ക് പരീക്ഷണങ്ങളുടെ വർഷമാണ്. അല്പം കഠിനമായിരുന്നു 2026 കഴിഞ്ഞ മാസങ്ങൾ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വ്യാഴം 8ാം ഭാവത്തിലാണ്, ശനി 5ലാണ്, രാഹു 4ാം ഭാവത്തിലും, കർമ്മഭാവത്തിലാകട്ടെ കേതുവും. എല്ലാം കൊണ്ടും ഒരു പരീക്ഷണങ്ങളുടെ വർഷം തന്നെയാണ് 2026 എന്ന് തന്നെ പറയണം. അഷ്ടമേ ഗുരോ ദുഃഖം ശനൈഹി ക്ലേശദായക. മെയ് മാസം പൂർത്തിയാകുന്നത് വരെ, അതായത് ജൂൺ 2ാം തീയതി വ്യാഴത്തിന്റെ രാശിമാറ്റമുണ്ട്, അതുവരെ ക്ലേശങ്ങൾ നിറഞ്ഞ കാലഘട്ടമായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക്. എന്നാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2026 തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങളും ഉണ്ടാകും. അതായത് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ 2026 ജൂൺ 2ാം തീയതിയുള്ള രാശിമാറ്റത്തെ പറയാം. വ്യാഴം കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥനായി മാറുകയാണ്. വ്യാഴം ധനം, 5 എന്നീ ഭാവങ്ങളുടെ ആധിപത്യം വഹിച്ചുകൊണ്ടാണ് ഭാഗ്യസ്ഥാനത്ത് ഉച്ചത്തിലേക്ക് പോകുന്നത്. അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. 2027 ജൂൺ മുതലുള്ള കാലഘട്ടം അതിഗംഭീരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്, വളർച്ചയുടെ ആരംഭമാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 2027 വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. 2027 എന്നത് വൃശ്ചികക്കൂറുകാർക്ക് വിജയത്തിന്റെ സുവർണ വർഷമാണ്. വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. യഥാ ഗുരു ശുഭസ്ഥാനം ലാഭോ ഭവതി വിനിശ്ചിതം. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തെ ശുഭകാലം എന്ന് തന്നെ പറയാം. ജൂൺ
ജൂൺ 3 ശനി രാശി മാറി 6ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതായത് 2027 ജൂൺ 3 ശനി രാശി മാറി മേടം രാശിയിലേക്ക് എത്തുന്നു. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത് 6ാം ഭാവമാണ്. കഴിഞ്ഞ ഏകദേശം 5 വർഷമായിരുന്ന കണ്ടകശനിയും 5ലെ ശനിയും തീരുകയാണ്. അത് വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ നാളുകളായിരിക്കും. ഇതുവരെ പാസഞ്ചർ ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇനി ബുള്ളറ്റ് ട്രെയിനിലേക്കുള്ള യാത്രയായിട്ട് നമുക്കിതിനെ ഹാസ്യരൂപേണ ഘടിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് 2027 എന്നുള്ളത് സുവർണ കാലഘട്ടമാണ് എന്ന് പറഞ്ഞത്. ഇനി 2028 വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. സ്ഥിരതയും സമൃദ്ധിയും നിറഞ്ഞ വർഷമായിരിക്കും 2028 വൃശ്ചികക്കൂറുകാർക്ക്. ശനി 6ാം ഭാവത്തിലാണ്, വിജയം ഉറപ്പാണ്. വ്യാഴം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും 11ലും ഒക്കെയായിട്ട് മാറി മാറി എത്തുകയാണ്. ശനി നിങ്ങളുടെ വിജയത്തെ ഉറപ്പാക്കുന്നു. രാഹു കേതുക്കളും 3, 9 എന്നീ ഭാവങ്ങളിലേക്ക് കടക്കുകയാണ്. 2028 ജൂലൈ 11 വ്യാഴം 11ാം ഭാവത്തിലേക്കും കടക്കുന്നു. ലാഭസ്ഥാനഗതേ ജീവോ സർവാഭീഷ്ട ഫലപ്രദ. എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ധനലാഭം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ മംഗളമായി പൂർത്തീകരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. നീലാഞ്ജന സമാഭാസം രവിം പുത്ര യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷപരിഹാരത്തിനുമായി ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ ദാനങ്ങൾ ചെയ്യുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ശനിയുടെയും അയ്യപ്പന്റെയും ഹനുമാന്റെയും മന്ത്രങ്ങൾ ജപിക്കുക. ഓം ശം ശനൈശ്വരായ നമ, ഓം രാം രാഹവേ നമ, ഓം കേം കേതവേ നമ. ജാതകപ്രകാരം അനുകൂലമാണെങ്കിൽ 2026 ജൂൺ 2 ശേഷം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഉത്തമമാണ്. ജാതകപ്രകാരം അനുകൂലമാണ് എങ്കിൽ മാത്രം. 2026 ജൂൺ മുതൽ തന്നെ വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. 2027 ജൂൺ കഴിയുമ്പോൾ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റങ്ങൾ, ഉയരങ്ങളിലേക്ക് വൃശ്ചികക്കൂറുകാർ എത്തുന്നതാണ്. ദൈവവിശ്വാസം കൈവിടാതിരിക്കുക, പരിശ്രമം നിർത്താതിരിക്കുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നമ്മുടെ ഈ ഋഷിപ്രോക്തം ചാനലിലൂടെ ഇന്ന് ഞാൻ പറയുന്നത് ധനുരാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ ജാതകമാണ്. ഗ്രഹങ്ങളുടെ ഗതിയും കാലത്തിന്റെ ചക്രവും ചേർന്നാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ധനുരാശിക്കാരുടെ 2026, 2027, 2028 വർഷങ്ങളുടെ സമ്പൂർണ്ണ നക്ഷത്ര അവലോകനമാണ് ചെയ്യുന്നത്. രാഹുകേതുക്കൾ, ശനി, വ്യാഴം എന്നീ 4 ഗ്രഹങ്ങളെ പ്രധാനമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 3 വർഷങ്ങളിലെ സമ്പൂർണ്ണ ഫലത്തെ പറയുന്നത്. നമുക്ക് ധനുരാശിക്കാരുടെ പൊതു സ്വഭാവവും അവർ ഈ വർഷങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ മൂലം അവർ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, ജീവിത വിജയത്തിനായി കൈക്കൊള്ളേണ്ട കാര്യങ്ങളും ആദ്യം ഒന്ന് പറഞ്ഞു പോകാം. ധനുരാശിക്കാർ പൊതുവെ ഉത്സാഹവും ആത്മവിശ്വാസവും നിറഞ്ഞവരാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവരുടെ മുഖമുദ്രയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തൽപരരായിരിക്കും ഇവർ. യാത്രകളോട് അമിതം ഇഷ്ടമുള്ളവരായിരിക്കും. സ്വാതന്ത്ര്യം ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ഇവർക്ക്. എന്നാൽ ചില ദോഷങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അക്ഷമയാണ് ഇവരുടെ ഏറ്റവും പ്രധാന ശത്രു. പെട്ടെന്ന് ദേഷ്യം വരിക, ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെ ഇവരുടെ ന്യൂനതയാണ്. ഇവർക്ക് ധൈര്യവും ബുദ്ധിയും ഒരുമിച്ചാൽ വൻ വിജയം നേടാൻ സാധിക്കുന്നതാണ്. ഉദ്യമേനഹി സിദ്ധ്യന്തി കാര്യാണിനം മനോരഥൈ. പരിശ്രമം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്, സ്വപ്നങ്ങൾ കൊണ്ട് മാത്രമല്ല. ഗുണഫലങ്ങളെയും അറിഞ്ഞ് അതേപോലെ തന്നെ സ്വഭാവത്തിലെ ന്യൂനതകളെയും അറിഞ്ഞുകൊണ്ട് അതിന് മാറ്റം വരുത്തി നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുക. നമുക്ക് ധനുക്കൂറുകാർക്ക് 2026, 2027, 2028 വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് സമ്പൂർണ്ണമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറുകയാണ്. വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അതുവരെ സുവർണ കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. വ്യാഴം ഇപ്പോൾ നിലവിൽ 7ാം ഭാവത്തിലാണ്. അത് ജൂൺ 2-ാം തീയതി 2026 അഷ്ടമത്തിലേക്ക് പോവുകയാണ്, മറഞ്ഞു പോവുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഹു ഇപ്പോൾ 3-ാം ഭാവത്തിലാണ്. വ്യാഴത്തിന്റെ 7ലെ സ്ഥിതിയും
രാഹുവിന്റെ 3-ലെ സ്ഥിതിയും നേട്ടങ്ങൾ ഉറപ്പായിട്ടും നൽകുന്നതാണ്. വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്നതുമാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്, ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്, വിവാഹാലോചനകളൊക്കെ വിവാഹത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, വസ്തുവാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തമ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ജൂൺ 2-ന് മുമ്പ് ചെയ്യേണ്ടതാണ്. ജൂൺ 2-ാം തീയതി വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് പിന്നീട് വരുന്നത്. വ്യാഴം 8-ാം ഭാവത്തിലാണ്. തടസ്സങ്ങൾ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. നവംബർ മാസം മുതൽ വീണ്ടും ഭാഗ്യം തെളിയുന്നതാണ്. അതായത് ജൂൺ 2 മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. നവംബർ മുതൽ വീണ്ടും അനുകൂല കാലഘട്ടമാണ്. വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴത്തിന്റെ യാത്ര. അതുകൊണ്ട് തന്നെ നവംബർ മുതൽ വീണ്ടും ഭാഗ്യം തെളിയും. ഇനി നമുക്ക് 2027 ധനുക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2027 ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, മാനസിക സമ്മർദ്ദവും ഉണ്ടാകാം. 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 25 വരെ വ്യാഴം ചിങ്ങം രാശിയിലാണ്. പിന്നീട് കർക്കിടകൻ രാശിയിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. അതായത് 2027 ജനുവരി 25 മുതൽ ജൂൺ 26 വരെ 2027 വ്യാഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്, ശ്രദ്ധിക്കേണ്ട കാലമാണ്. എന്നാൽ 2027 അതായത് ജനുവരി 25-ന് ശേഷമുള്ള ആദ്യ പകുതി പരീക്ഷണങ്ങളുടെ കാലമാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ജൂൺ മാസത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ധനുക്കൂറുകാർക്ക് ഉണ്ടാകുകയാണ്. ശനി രാശി മാറുകയാണ്, കണ്ടകശനിയിൽ നിന്ന് 5-ലേക്ക് മാറുകയാണ്. അല്പം ആശ്വാസത്തോടുകൂടി ശനി ഫലം ചെയ്യുന്നതാണ്. വ്യാഴം വീണ്ടും 9-ലേക്ക് എത്തുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നതോടുകൂടി നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഏകദേശം രാഹുകേതുക്കളും വ്യാഴവും ശനിയും എല്ലാം 2027 ജൂൺ മുതൽ അനുകൂലത്തിലേക്ക് ആകുകയാണ്. അതുകൊണ്ട് തന്നെ 2027 ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടമാണ് ധനുക്കൂറുകാർക്ക് ഗോൾഡൻ പീരീഡ്, സുവർണ കാലഘട്ടം എന്ന് പറയേണ്ടത്. തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും ലാഭം വർദ്ധിക്കും, വിദേശയോഗം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2028 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാർക്ക് 2028 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം ജീവിതത്തിലെ മികച്ച സമയമായി കരുതണം. അതുമൂലം ആ സമയത്ത് പ്രമോഷൻ, എല്ലാ കാര്യത്തിലും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുക, ധനലാഭം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധരഃ എന്നാണ്. ദൈവാനുഗ്രഹവും പരിശ്രമവും ഒന്നിച്ചുണ്ടായാൽ ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാണ്. 2028 ജൂൺ മാസത്തിന് ശേഷം സമ്മിശ്ര ഫലമായിരിക്കും അനുഭവത്തിലെത്തുക. രാഹുവിന്റെ സ്ഥിതി മൂലം മനസ്സിൽ ആശങ്കകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ശാന്തത പാലിക്കേണ്ടതാണ്. പരിഹാരമായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ആഞ്ജനേയം അതിപാടലാനനം, ഹനുമാൻ സ്വാമിയെ നിത്യം വിളിക്കുക. ഹനുമാൻ ചാലിസയൊക്കെ നിത്യം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. കൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഓം ബ്രം ബൃഹസ്പതയെ നമ എന്ന മന്ത്രവും നിത്യം ജപിക്കുക. സർപ്പങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. ചുരുക്കത്തിൽ ധനുക്കൂറുകാരുടെ 3 വർഷം എങ്ങനെയുണ്ടായിരിക്കും എന്ന് ഒന്ന് പറഞ്ഞു പോകാം. 2026 ജനുവരി ആദ്യ പകുതി മികച്ച വർഷമായിരുന്നെങ്കിൽ 2-ാം പകുതി സാമാന്യ ഉയർച്ചയുടെ കാലഘട്ടമാണ്. എന്നാൽ ചില പരീക്ഷണങ്ങളും ആ സമയത്തുണ്ടാകാം. 2028 ആദ്യത്തെ പകുതി വളരെ മികച്ചതാണ്, സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം. 2-ാം പകുതിയിലും വിജയങ്ങളുടെ കാലമാണ്. എന്നാൽ പരീക്ഷണങ്ങളുടെയും ഒരുപോലെ കാലഘട്ടമാണ്. വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കത്തോടെ പരിശ്രമത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം ഈ 3 വർഷങ്ങളിൽ ധനുക്കൂറുകാർക്ക് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. ഈ 3 വർഷങ്ങളിൽ ധനുക്കൂറുകാരുടെ ജീവിതം തന്നെ മാറിമറിയാം. നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാലചക്രം തിരിയുമ്പോൾ ഗ്രഹങ്ങളുടെ ഗതിയും മനുഷ്യ ജീവിതത്തിന്റെ ഗതിയും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ ഭവിക്കും. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് മകരം രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ ജാതകമാണ്. അതായത് 2026, 2027, 2028 എന്നീ വർഷങ്ങളിലെ ദീർഘകാലമുള്ള മകരം രാശിക്കാരുടെ പൊതുഫലങ്ങളും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും
3 വർഷത്തെ സമ്പൂർണ്ണ ഭാവി ഫലമാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരൻ രാശി എന്നത് ശനിയുടെ രാശിയാണ്. ശനി ഭഗവാന്റെ അധീനതയിലുള്ള രാശി എന്നർത്ഥം. കഠിനാധ്വാനത്തിന്റെയും വിധിയുടെയും പ്രതീകമാണ് ഈ രാശി. മന്ദഗതി ശനിഹി സ്വാമി മകരസ്യ വിശേഷതഃ കർമ്മഫലദാതാച ധൈര്യം ദദാതി നിശ്ചയഃ. ശനി ഭഗവാനാണ്, ശനിയാണ് മകരൻ രാശിയുടെ അധിപൻ. കർമ്മഫലങ്ങൾ നൽകുകയും ധൈര്യം പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് ശനി. മകരൻ രാശിക്കാരുടെ പ്രത്യേകതകൾ ഒന്ന് പരിശോധിക്കാം. രാശ്യാധിപൻ ശനിയാണ് എന്ന് പറഞ്ഞു. ഭൂമി തത്വമുള്ള രാശിയാണിത്. മകരമത്സ്യമാണ് ഇതിന്റെ ചിഹ്നം. കലമാനും മുതലയും ചേർന്നുള്ള കടിപിടി രാശിയായിട്ടും ഇതിനെ പറയുന്നുണ്ട്. മകരൻ രാശിക്കാരിലുള്ള ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർ കഠിനാധ്വാനികളായിരിക്കും, അച്ചടക്കമുള്ളവരുമാണ്, ഇവർ ക്ഷമയുള്ളവരാണ്, വിശ്വസ്തതയുള്ളവരുമാണ്, കൂടാതെ പ്രായോഗിക ചിന്തയുള്ളവരാണ്. ഇവരുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ചിലപ്പോഴൊക്കെ പിശുക്ക് അധികമായിട്ടുണ്ടാകാം, വാശിയുള്ളവരാണ്, കൂടാതെ സംശയ സ്വഭാവം അടിസ്ഥാനമായിട്ടുണ്ടാകും. ഇവരിൽ എപ്പോഴും ഒരു വിഷാദ പ്രവണതയുണ്ടാകും. ധൈര്യം സർവത്ര സാധനം, നാസ്തി തദ്വിനാ ഫലം. ക്ഷമയില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇത് ഇന്നത്തെ വീഡിയോയിൽ ദിവസഫലമോ മാസഫലമോ അല്ല നാം പറയുന്നത്, 3 വർഷത്തെ സമ്പൂർണ്ണ ഫലത്തെയാണ്. കാരണം ദീർഘകാല ഫലങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നാം മുന്നേറേണ്ടത്. അത് മൂലം ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നതിന് സഹായകരമാകും. നമ്മളുടെ വരും കാലങ്ങളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് പോരായ്മകൾ പരിശോധിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. ഗ്രഹാണാം ചാലനൈനൈവ ജീവിതം പരിവർത്തതേ. ഗ്രഹങ്ങളുടെ ഗതി അനുസരിച്ചാണ് ജീവിതം പരിവർത്തനം ചെയ്യുന്നത്. ഇവിടെ നാം പ്രധാനമായി വ്യാഴം അഥവാ ഗുരു, രാഹു, കേതു, ശനി എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലങ്ങൾ പറയുന്നത്. നമുക്ക് മകരക്കൂറുകാരുടെ 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് 2026 മകരക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഗുരുശ്ച ശുഭദഃ സാക്ഷാത് ശനിഹി കർമ്മപ്രദായകഃ. മകരക്കൂറുകാർക്ക് ശനി ഇപ്പോൾ 3-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം കാര്യങ്ങളെ സമീപിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. വ്യാഴം മകരക്കൂറുകാർക്ക് ഇപ്പോൾ 6-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. ഓം ബ്രം ബൃഹസ്പതേ നമ, ഓം കേം കേതവേ നമ എന്നീ മന്ത്രങ്ങളെ ജപിക്കുക. കാരണം മകരക്കൂറുകാർക്ക് കേതുവും അഷ്ടമത്തിലുണ്ട്. ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറി മകരക്കൂറുകാർക്ക് ഉച്ചസ്ഥനായി കർക്കിടകൻ രാശിയിലേക്ക് എത്തുകയാണ്. അത് 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി വരുന്നത്. അങ്ങനെ വരുമ്പോൾ വ്യാഴം 7-ാം ഭാവത്തിൽ, ശനി 3-ാം ഭാവത്തിൽ, രാഹു 2-ൽ, കേതു ആകട്ടെ അഷ്ടമത്തിൽ. ശനിയും വ്യാഴവും ഒരേപോലെ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്തു തുടങ്ങുകയാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് സുവർണ കാലഘട്ടമാണ്. ധനപരമായി ഒട്ടേറെ നേട്ടമുണ്ടാകുന്നതാണ്. വിജയം കൈവരിക്കാൻ എല്ലാ മേഖലയിലും സാധിക്കുന്നതാണ്. ബഹുമാനം ലഭിക്കുന്നതാണ്. യഥാ ഗുരു ശുഭസ്ഥാനെ ധനലാഭോ ന സംശയ. ധനലാഭം ഉണ്ടാകുന്നതിന് യാതൊരു സംശയമില്ല. കാരണം വ്യാഴം അനുകൂല ഭാവത്തിലാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 2026 കാലഘട്ടം വ്യാഴം ചിങ്ങം രാശിയിലേക്ക് കടക്കുകയാണ്, അഷ്ടമ ഭാവത്തിലേക്ക്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാകാം. എന്നിരുന്നാലും ശനി അനുകൂലമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ, വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും. ഇനി 2027 മകരക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തെ പറയാം. വീണ്ടും നല്ല സമയം തിരികെ വരികയാണ്. വ്യാഴം വീണ്ടും 7-ാം ഭാവത്തിലേക്ക് വരുന്നു. ശനി അനുകൂലത്തിൽ, രാഹുകേതുക്കളും തരക്കേടില്ലാത്ത വിധം സഹായകരമാകുന്നു. 2027 ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തെ പരിശോധിക്കാം. ശനി രാശി മാറി 4-ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. കണ്ടക ശനി ആരംഭിക്കുകയാണ്. തടസ്സങ്ങൾ ഉണ്ടാകാം. ധനവരവ് ഗണ്യമായി കുറയാം. ശനി ദുഃഖപ്രദോ നിത്യം പരീക്ഷാം കരോതിച്ച. ശനിയുടെ അനിഷ്ടസ്ഥിതി ദുഃഖപ്രദവും പരീക്ഷണങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. അനാവശ്യവും സുരക്ഷിതവുമല്ലാത്ത നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കുക. 2027 നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വീണ്ടും വ്യാഴം അനുകൂലമായി വരികയാണ്. ജീവിതം തിരികെ ഉയർച്ചയിലേക്ക് പോകുന്നതിനുള്ള ആരംഭം കുറിക്കുന്നതാണ്. 2028 മകരക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ജനുവരി ഫെബ്രുവരി മാസങ്ങൾ
അതിഗംഭീരമായിട്ടുള്ള മാസങ്ങളാണ് മകരക്കൂറുകാർക്ക്. ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടമാകട്ടെ ശനിദോഷം ശക്തമാകുന്ന കാലമാണ്. രാഹുവും പ്രതികൂലമാകുകയാണ്. ജൂലൈ മുതൽ 2028 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തെ നോക്കുമ്പോൾ വ്യാഴം ഭാഗികമായി ആശ്വാസം തരുന്നു. അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള ശനിദോഷങ്ങളിൽ നിന്ന് അല്പസ്വല്പമൊക്കെ കുറവുകൾ വന്നേക്കാം. എന്നാലും ദോഷകാലം അല്പം തുടരും എന്നർത്ഥം. ഹനുമത് സ്മരണേനൈവ സർവവിഘ്ന വിനാശനം. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഈ സമയത്ത് നിർബന്ധമാക്കുക. മറ്റു പരിഹാരങ്ങളായി ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ളുതിരി കൊണ്ട് നീരാഞ്ജനം കൊളുത്തുക, എള്ളു പായസം നടത്തുക, ഹനുമാൻ ചാലിസ നിർബന്ധമായി ജപിക്കുക. ശനിയാഴ്ചകളിൽ ദാനം ചെയ്യുക. ദാനം തപശ്ച യജ്ഞശ്ച പാപം ഹരതി നിശ്ചയം. 2026, 2027, 2028 എന്നീ 3 വർഷങ്ങളെ നമുക്ക് ഏകദേശം ഒന്ന് ചുരുക്കി പറഞ്ഞു പോകാം. ഏറ്റവും നല്ല സമയമായി പറയേണ്ടത് 2026 ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടമാണ്. അതാണ് സുവർണകാലം. ശ്രദ്ധിക്കേണ്ട സമയമായി പറയേണ്ടത് 2027 ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലം. അതേപോലെ തന്നെ 2028 ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള കാലം. ഭാഗികമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലം 2027 അവസാനം, 2028 തുടക്കം എന്നിവയാണ്. മകരം രാശിക്കാരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ ശനി പരീക്ഷിക്കും. പക്ഷേ ശനി ഒരിക്കലും നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല, തളർത്തില്ല. ധൈര്യവും ക്ഷമയും നിങ്ങൾ കൈവശം വെച്ചാൽ വിജയം എന്നത് നിങ്ങൾക്ക് നിർഭാഗ്യമല്ല, നിർഭാഗ്യത്തെ ഒഴിച്ചു മാറ്റുന്ന ഒരു വിധിയാണ്. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് കുംഭക്കൂറുകാരുടെ 2026, 2027, 2028 എന്നീ വർഷങ്ങളുടെ സമ്പൂർണ്ണ അവസ്ഥയാണ്. അതായത് 3 വർഷത്തെ കുംഭക്കൂറുകാരുടെ സമ്പൂർണ്ണ ജാതകം എന്നർത്ഥം. അതീവ നിർണായകമായിട്ടുള്ള ഒരു പ്രവചനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ 7.5 ശനി എന്ന് അവസാനിക്കും? ഭാഗ്യവാതിൽ എപ്പോഴാണ് തുറക്കുക? സാമ്പത്തിക നേട്ടം, തൊഴിൽ വിജയം, വിദേശയോഗം, വിവാഹയോഗം, സന്താന ഭാഗ്യം എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണമായിട്ട് പരിശോധിക്കാം. ശനി പ്രഭാവേ ദുഃഖാനി ഗുരോ കൃപയാ സുഖാനി ച രാഹോ ഭ്രമേത് ഭവോ ലോകോ കേതോ മോക്ഷപ്രദായക. ശനി നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ്. ഗുരുവാകട്ടെ അനുഗ്രഹം നൽകുകയും ചെയ്യും. രാഹു നിങ്ങൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. കേതു മോക്ഷത്തിലേക്കുള്ള ബോധം നൽകും. ഇപ്പോൾ നാം പരിശോധിക്കുന്നത് ഗോചരപ്രകാരമുള്ള ഫലങ്ങളാണ്. ഗോചരം അനുകൂലമാകണമെങ്കിൽ അനുകൂലമായിട്ടുള്ള ഇതേ സ്വഭാവത്തിലുള്ള ലഗ്നത്തിൽ ജനിക്കുക കൂടി വേണം. അതേപോലെ ദശാകാലവും അനുകൂലമാണെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. മറിച്ചായാൽ ഗുണഫലങ്ങൾക്ക് കുറവുകൾ വരാം. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വീഡിയോയെ കാണുവാൻ. കുംഭക്കൂറുകാരുടെ 3 വർഷത്തെ ജാതകം പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ പൊതു സ്വഭാവത്തെ ഒന്നറിയാം. ഗുണവും ദോഷങ്ങളും അറിഞ്ഞിരുന്നുകൊണ്ട് അത് പരിഹരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കുംഭക്കൂറുകാർക്ക് സാധിക്കും. ശനി ഭരിക്കുന്ന രാശിയാണ്, ശനിയുടെ രാശിയാണ്, വായു തത്വം ഉള്ള രാശിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ പൊതുവെ അതിയായ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും, വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും, സമൂഹത്തിന് ഉപകാരപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ആത്മവിശ്വാസികളും ദീർഘദർശികളുമാണ്. മനസ്സിൽ ഒറ്റയ്ക്ക് സഹിക്കുന്നവരും പുറത്ത് ചിരിച്ചു കാണിക്കുന്നവരുമാണ്. അതായത് എന്തു വിഷമവും ഇവർ മനസ്സിൽ ഉള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ അത് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ വൈകിയാണെങ്കിൽ പോലും വളരെയേറെ നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശി കൂടിയാണ് കുംഭം രാശി എന്നത്. ഒഴിഞ്ഞ കുടമാണ് കുംഭത്തിന്റെ അടയാളം. ആ ഒഴിഞ്ഞ കുടത്തിനകത്ത് നിങ്ങൾ എന്ത് നിറയ്ക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുക. നിങ്ങൾക്കതിൽ വെള്ളം ഒഴിച്ചു നിറയ്ക്കാം, സ്വർണം ഇട്ടും നിറയ്ക്കാം. നിങ്ങളുടെ പ്രവൃത്തിയുടെ തീർച്ചയായിട്ടും തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് കുംഭം എന്ന കുടത്തിന്റെ സൂചന. നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ വീഡിയോ കാണുക, ഗുണഫലങ്ങൾ ലഭിക്കും. ഫലങ്ങളെ പറയുമ്പോൾ നമുക്ക് ആദ്യം 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2026 മെയ് മാസം വളരെ നല്ലൊരു മാസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴം ജന്മരാശിയുടെ 5ാം രാശിയിലാണ് നിൽക്കുന്നത്. അതുമൂലം സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ്. തൊഴിലിൽ നേട്ടമുണ്ടാകും. കുടുംബസൗഖ്യം, സന്താന സൗഖ്യം, നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. വ്യാഴത്തിന്റെ കടാക്ഷം കൊണ്ട് ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്ന മാസമാണ് എന്ന് പറയാം. ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറി 6ാമത്തെ രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടക രാശി ഉച്ച രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം.
എന്നിരുന്നാലും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഇവിടെ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. 7 ശനി തുടരുകയാണ്. കൂടാതെ വ്യാഴം കൂടി അനിഷ്ടത്തിലേക്ക് മാറുന്നു. രാഹു ജന്മരാശിയിൽ നിൽക്കുന്നു. മനസ്സിനെ അസ്വസ്ഥമാക്കാം, കടബാധ്യതയൊക്കെ ഉണ്ടാകാം, തൊഴിലിൽ സമ്മർദ്ദമുണ്ടാകാം, ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സുഹൃത്തുക്കളൊക്കെ വഞ്ചിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായി ധനനഷ്ടം വരുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. 2026 നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലം എങ്ങനെ ഉണ്ടാവുമെന്ന് പരിശോധിക്കാം. വീണ്ടും ഭാഗ്യം വരുന്ന സമയമാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്ക് അഥവാ ചിങ്ങം രാശിയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹയോഗം ഉണ്ടാകാം, പങ്കാളിത്ത കാര്യങ്ങളിൽ വിജയമുണ്ടാകാം, ബന്ധങ്ങളിൽ പുരോഗതി, സാമ്പത്തിക ഉയർച്ച എന്നിവയും ഉണ്ടാകാം. എന്നാൽ ഡിസംബറിൽ രാഹു 12ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അതുമൂലം ഉറക്കക്കുറവ്, വിദേശയോഗം, ചെലവുകൾ വർദ്ധിക്കുക, മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഉണ്ടായേക്കാം. ഇനി കുംഭക്കൂറുകാർക്ക് 2027 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ജനുവരി മുതൽ ജൂൺ വരെ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ശനിയും രാഹുവും വ്യാഴവും ഒന്നും അനുകൂലത്തിലല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സം, കുടുംബകാര്യങ്ങളിൽ വിഷമം, മനസ്സിന് ക്ഷീണം, ശത്രുശല്യം ഇവയെല്ലാം ഉണ്ടാകാം. ധൈര്യം സർവത്ര സാധനം എന്നുള്ളതാണ് ഈ സമയത്ത് കുംഭക്കൂറുകാർ ചിന്തിക്കേണ്ടത്. ധൈര്യമാണ് എല്ലാ വിജയത്തിന്റെയും ആയുധം. 2027 ജൂൺ മുതൽ ഒക്ടോബർ 2027 വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് ഒന്ന് പരിശോധിക്കണം. ഇത് ഒരു അത്ഭുത കാലഘട്ടമാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും 7 ശനിയിൽ നിന്ന് കുംഭക്കൂറുകാർക്ക് മോചനം ലഭിക്കുന്ന സമയമാണ്. ശനി മേടം രാശിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഉയർച്ച, വിദേശയോഗം, വാഹനഭാഗ്യം, ബിസിനസ്സിലൊക്കെ ലാഭം, പ്രശസ്തി എന്നിവയും ലഭിക്കാം. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ സമയത്ത് ലഭിക്കാം. 2027 നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ പ്രത്യേകം പരിശോധിക്കാം. ശനി വീണ്ടും മീനൻ രാശിയിലേക്ക് എത്തുകയാണ്. 7 ശനി വീണ്ടും തിരികെ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശനി വീണ്ടും പരീക്ഷിക്കുകയാണ്. അതിനാൽ ധനനഷ്ടമുണ്ടാകാം, തെറ്റായ തീരുമാനങ്ങളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബന്ധങ്ങൾ വഷളാകാം, ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് കുംഭക്കൂറുകാർക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി 2028 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. 2028 എന്നുള്ളത് കുംഭക്കൂറുകാർക്ക് സുവർണ കാലഘട്ടമാണ്. 2028 ഫെബ്രുവരി 23 ശനി മേടം രാശിയിലേക്ക് മാറുകയാണ്. ശനി വീണ്ടും മേടം രാശിയിലേക്ക് മാറുകയാണ്. 7 ശനി എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ്. 7.5 വർഷമായിട്ടുണ്ടാകുന്ന 7 ശനി ദുരിതത്തിന്റെ വിരാമം ഉണ്ടാകുന്ന കാലമാണ്. ഫെബ്രുവരി 23 മുതൽ ജൂലൈ വരെയുള്ള 6 മാസത്തിലധികമുള്ള സമയം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളാണ്. ധനസമൃദ്ധി ഉണ്ടാകുന്നതാണ്, പുതിയ വീട് ഉണ്ടാകുന്നതാണ്, വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ്, ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നതാണ്, നല്ല വിവാഹം നടക്കുന്നതാണ്, സന്താന ഭാഗ്യത്തിനും അനുകൂല സമയമാണ്, വിദേശത്തൊക്കെ പോകാൻ കഴിയുന്നതാണ്, സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കുന്നതാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ. പരിശ്രമിക്കുന്നവർക്കാണ് വിജയം ലഭിക്കുക. ഇനി 2028 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം മാറുന്നത് കൊണ്ട് തന്നെ ചെലവുകൾ വർദ്ധിക്കാം. എന്നാൽ ശനിയും രാഹുവും സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരത, സമ്പാദ്യം, കുടുംബശാന്തി, ആത്മവിശ്വാസം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 2028 അവസാനത്തോടെ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ കുംഭക്കൂറുകാർക്ക് സാധിക്കും എന്ന് പറയാം. കുംഭക്കൂറുകാർ ദോഷശാന്തിക്കായി അനുഷ്ഠിക്കേണ്ട പരിഹാര മാർഗങ്ങളെ കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ എല്ലാ ശനിയാഴ്ചയും 108 പ്രാവശ്യം വീതം ജപിക്കുക. രാഹു ദോഷം ഇല്ലാതാക്കാനായിട്ട് ഓം രാം രാഹുവേ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. വ്യാഴത്തിനായിട്ട് ഓം ബ്രം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. പ്രത്യേകമായി ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക. കൂടാതെ ഭൈരവമൂർത്തിയെ ആരാധിക്കുക. ശാസ്താവിനെ വിളിക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പരീക്ഷണ കാലമാകാം. പക്ഷേ ഓർക്കുക, ശനി വൈകിപ്പിക്കും, പരീക്ഷിക്കും, പക്ഷെ നിരസിക്കില്ല. ഗുരു നിങ്ങൾക്ക് വൈകിയാണെങ്കിലും അനുഗ്രഹം നൽകും. 2028 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതും വലുതുമായിട്ടുള്ള ഉയരവും ഉദയവും ഉണ്ടാകുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സംഘർഷങ്ങളിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരുന്ന മീനം രാശി. മീനം രാശിക്കാരുടെ 2026, 2027, 2028 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിന്റെ മഹാപ്രവചനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമസ്കാരം മീനം രാശിക്കാരെ, നിങ്ങൾ ജലതത്വത്തിന്റെ പൂർണ്ണ പ്രതീകമാണ്. രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായിട്ടുള്ള
മീനം രാശിയുടെ അധിപനാകട്ടെ വ്യാഴമാണ് അഥവാ ഗുരു. നമുക്ക് മീനൻ രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ ജാതകമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് മീനം രാശിക്കാരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളും മറ്റും ഒന്ന് പരിശോധിക്കാം. അത്യന്തം സഹാനുഭൂതിയുള്ളവരും കരുണയുള്ളവരുമാണ് മീനം രാശിക്കാർ. കല, കവിത, സംഗീതം തുടങ്ങി സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരായിരിക്കും. ആത്മീയതയിലേക്ക് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണം അനുഭവപ്പെടും. സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന സ്വഭാവമാണ് ഇവരുടേത്. ശാന്തവും സമാധാനപ്രിയവുമായിട്ടുള്ള മനോഭാവമാണ് ഇവർക്ക്. നമുക്കിനി മീനൻ രാശിക്കാരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റി ഇവരുടെ ഒരു പോരായ്മയാണ്. ചെറിയ കാര്യങ്ങളും ഇവരുടെ മനസ്സിനെ ബാധിക്കാം. തീരുമാനമെടുക്കുന്നതിൽ ഇവർക്ക് എല്ലായ്പ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ടാകും. യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി സ്വപ്ന ലോകത്ത് ജീവിക്കാൻ ഇവർ താല്പര്യപ്പെടും. കൂടാതെ അമിതമായിട്ടുള്ള വിശ്വാസം മൂലം വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. മീനൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടി പറയാം. വികാരവും യുക്തിയും തമ്മിൽ സന്തുലിത പാലിക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസം വളർത്തുക, സാമ്പത്തിക നിയന്ത്രണം ശക്തമാക്കുക, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. മീനൻ രാശിക്കാർ ജലദാനമാണ് പുണ്യകർമ്മമായിട്ട് ചെയ്യേണ്ടത്. അത് കുടിവെള്ളമാകട്ടെ എന്തുമാകട്ടെ ജലം ദാനം ചെയ്യുക. ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജലം നൽകുക. കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലാ വ്യാഴാഴ്ചയും ദർശനം നടത്തുക. ഓം ബൃഹസ്പതയെ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജപിക്കുക. ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് മീനൻ രാശിക്കാരുടെ ഒരു മഹത്തായ കാലചക്രത്തെ കുറിച്ചാണ്. മീനൻ രാശിക്കാർക്ക് 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ജ്യോതിശാസ്ത്ര പ്രകാരം ഗ്രഹങ്ങളുടെ ഗതി അനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറുന്നു. മീനൻ രാശിക്കാർക്ക് ഈ 3 വർഷങ്ങളിൽ അതെങ്ങനെ മാറും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. കാല കർമ്മജ സ്വഭാവശ ഗ്രഹാണാം ഫലദായക. കാലവും കർമ്മവും ഗ്രഹങ്ങളും ചേർന്നാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് ഫലം തരുന്നത്. മീനൻ രാശിക്കാരെ കുറിച്ചുള്ള മഹാപ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് 2026 എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. 2026 എന്നത് മീനൻ രാശിക്കാർക്ക് സംഘർഷങ്ങളുടെ ആരംഭവും പരീക്ഷണ കാലവുമാണ്. 2026 മെയ് വരെയുള്ള സമയം 7.5 ശനിയുടെ മൂർധന്യ ഘട്ടമാണ്. കൂടാതെ രാഹു കേതുക്കളുടെ ദോഷവും പ്രഭാവവും ശക്തമാണ്. വ്യാഴമാകട്ടെ 4-ാം ഭാവത്തിൽ അനുകൂലമല്ലാത്ത സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മനസ്സിൽ സമ്മർദ്ദമുണ്ടാകാം, തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ ആശങ്കകളും ഉണ്ടാകാം. ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഗുണകരമാണ്. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറി 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഭാഗ്യത്തിന്റെ ആദ്യത്തെ പൊൻകിരണം, അതിന്റെ വെളിച്ചം മീനൻ രാശിയിലേക്ക് എത്തുന്ന സമയമാണ്. വ്യാഴം 5-ാം ഭാവത്തിലേക്ക് എത്തുന്നത് വഴി തൊഴിലിൽ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. വിവാഹിതരാകാൻ കാത്തു നിൽക്കുന്നവർക്ക് വിവാഹയോഗം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ആത്മവിശ്വാസത്തിൽ വർധനവുണ്ടാകും. ഓം ബൃഹസ്പതേ നമ എന്ന മന്ത്രത്തെ ഇക്കാലത്ത് ജപിക്കുക. അതോടൊപ്പം തന്നെ 2026 ജൂലൈ 27 ശനി വക്രഗതിയിലേക്ക് എത്തുകയാണ്. അത് സമ്മർദ്ദം കുറയ്ക്കുന്നതാണ്. 2026 ഏറ്റവും മികച്ച കാലഘട്ടമായിട്ട് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്തെ നമുക്ക് പറയാം. ഡിസംബർ മാസത്തിൽ രാഹു കേതുക്കൾ രാശി മാറുന്നു. അത് മീനക്കൂറുകാർക്ക് ഒരു പുതിയ തുടക്കം കൂടി കുറിക്കും. 2027 എന്നുള്ളത് മീനം രാശിക്കാർക്ക്, മീനക്കൂറുകാർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വ്യാഴം ശക്തമായ സ്ഥാനത്താണ്. രാഹു കേതുക്കളും അനുകൂലമായിട്ടുണ്ട്. ഇതാണ് മീനൻ രാശിക്കാരുടെ ഈ 3 വർഷത്തെ ഏറ്റവും നല്ല കാലഘട്ടം, അതായത് സുവർണ കാലഘട്ടം എന്ന് പറയാം. അതുമൂലം തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്, ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതാണ്, കുടുംബത്തിൽ സന്തോഷം നിറയുന്നതാണ്, ആത്മീയമായിട്ടുള്ള ഉണർവ് പൊതുവെ ഉണ്ടാകുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ഇക്കാലത്ത് ജപിക്കുക. 2027 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം ജാഗ്രതയുടെ കാലമാണ്. വ്യാഴം വീണ്ടും ദുർബല സ്ഥിതിയിലേക്ക് മാറുന്നു. ശനിയുടെ വക്രഗതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഇക്കാലത്ത് ധനനഷ്ടം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാനസിക സമ്മർദ്ദവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓം രാം രാഘവേ നമ എന്നീ മന്ത്രങ്ങളെ ഇക്കാലത്ത് ജപിക്കുക. ഇനി മീനക്കൂറുകാർക്ക് 2028 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഈ 3 വർഷത്തിലെ അവസാനത്തെ അഥവാ സമാപന വർഷമാണ്
ഇതൊരു വിജയ വർഷമാണ് മീനക്കൂറുകാർക്ക് എന്ന് തന്നെ പറയണം. 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വലിയ ആശ്വാസം അതുമൂലം ഉണ്ടാകുന്നതാണ്. 2028 ജൂലൈക്ക് ശേഷം തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സ്ഥിരതയും കൈവരിക്കാൻ സാധിക്കും. മനോജപം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി എന്ന ഹനുമത് മന്ത്രത്തെ നിത്യം ഈ കാലത്ത് ജപിക്കുക. കൂടാതെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും കേൾക്കുന്നതും ഉത്തമമാണ്. ശനീശ്വര പ്രാർത്ഥനകൾ ചെയ്യുക. കൂടാതെ മഹാവിഷ്ണുവിനെ ഭജിക്കുക. ജാതകപ്രകാരം അനുകൂലമാണെങ്കിൽ പുഷ്പരാഗം ചൂണ്ടുവിരലിൽ ധരിക്കുക. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയപ്പെട്ട മീനൻ രാശിക്കാരെ, ഈ 3 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണവും ഉയർച്ചയും അവസരങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന കാലഘട്ടങ്ങളാണ്. ഓർമ്മിക്കേണ്ടത് ഇതുമാത്രമാണ്: കഷ്ടകാലം എന്നത് ശാശ്വതമല്ല. ഗ്രഹചക്രം മാറും, വീണ്ടും ഭാഗ്യം തെളിയും. ജ്യോതിഷം എന്നത് ഒരു മാർഗദർശനം മാത്രമാണ്. നിങ്ങളുടെ കർമ്മമാണ്, പരിശ്രമമാണ് യഥാർത്ഥ ശക്തി. ഇപ്പോൾ നാം പറഞ്ഞത് ഗോചരപ്രകാരം അഥവാ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പ്രകാരം നക്ഷത്രവശാൽ അഥവാ നക്ഷത്ര രാശിവശാൽ ഉള്ള ഫലങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിത ഫലങ്ങളെ നിശ്ചയിക്കുന്നത് ലഗ്നവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാൽ ഇപ്പോഴുള്ള നക്ഷത്ര ഫലങ്ങളും അതിനായിട്ട് നമുക്ക് കുറച്ചെങ്കിലും പരിഗണനയിലേക്ക് എടുക്കണം. ലഗ്നം മീനൻ രാശിക്ക് അനുകൂലമാണെങ്കിൽ ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കിട്ടും. പ്രതികൂലമാണെങ്കിൽ ചിലപ്പോൾ ദോഷഫലങ്ങൾക്ക് ആധിക്യം കൂടാം. അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ജാതകാലുള്ള ഗ്രഹദശാകാലവും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ഓരോ വ്യക്തികളുടെയും അവരുടെ ഫലങ്ങളെ നിശ്ചയിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ജ്യോതിഷ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.